ഇപ്പൊ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, എനിക്കറിയാം ഈ ലോക്ക്ഡൌണിന്റെ സമയത്ത് ബുദ്ധിമുട്ടിലൂടെ പോകുമ്പോൾ നമുക്ക് ധാരാളം കാര്യങ്ങൾ ദൈവവചനത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാനും ധ്യാനിക്കുവാനും പറ്റിയ സമയമാണ്. ഞാൻ എപ്പോഴും ഇവിടെ പറയുന്ന ഒരു കാര്യമാണ്, വേദോത്സവത്തില് നമ്മൾ വായിച്ച് അനുഗ്രഹം പ്രാപിക്കുന്ന അനേക ലേഖനങ്ങൾ നമുക്ക് ലഭിച്ചത് ലോക്ക്ഡൌണിന്റെ സമയത്താണ്. യുനോ പിന്നെയും അഗെയിൻ ആൻഡ് അഗെയിൻ ഐ സേ റിജോയ്സ്, ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു സന്തോഷിപ്പിൻ എന്ന് പൗലോസ് 15 16 തവണയിൽ കൂടുതൽ സന്തോഷിപ്പിൻ, ഉത്സാഹിപ്പിൻ, റിജോയ്സ് എന്ന് പൗലോസ് സന്തോഷത്തിന്റെ എപ്പിസ്റ്റൽ എന്ന് പറയുന്ന ഫിലിപ്പിയൻസ് എഴുതിയത് ഒരു ലോക്ക്ഡൌൺ പീരിയഡിലാണ്. പാസ്റ്ററൽ എപ്പിസ്റ്റൽസ് ഫസ്റ്റ് തിമത്തി, സെക്കൻഡ് തിമത്തി എല്ലാം എഴുതിയത് ഒരു ലോക്ക്ഡൌണിന്റെ സമയത്താണ്. പ്രിസൺ എപ്പിസ്റ്റൽസ് ലോക്ക്ഡൌണിന്റെ സമയത്താണ്. നമ്മളെല്ലാം വായിച്ച് അനുഗ്രഹിക്കുന്ന അനേകം പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ള ബുക്ക് ഓഫ് റെവലേഷൻ ലോക്ക്ഡൌണിന്റെ സമയത്ത് എഴുതപ്പെട്ടതാണ്. നമ്മളെല്ലാം ആസ്വദിക്കുന്ന അനേകം സങ്കീർത്തനങ്ങൾ എഴുതിയത് ഒരു ലോക്ക്ഡൌൺ പോലെയുള്ള അവസ്ഥയിൽ കൂടെ ദാവീദും ദൈവത്തിന്റെ മക്കളും കടന്നു പോയപ്പോഴാണ്. ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടുള്ളതാണെന്ന് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. എന്നാൽ വേദപുസ്തകം തന്നെ ഉരുത്തിരിഞ്ഞു വന്നത് ഒരു വളരെ ഫേവറബിൾ ആയിട്ടുള്ള സിറ്റുവേഷനിലല്ല. അതുകൊണ്ട് തന്നെ ഓരോ ലേഖനവും, ഇപ്പൊ ഈ പഴയ നിയമം മുഴുവൻ വായിച്ചാൽ എല്ലാം വന്നത് ഒരു വളരെ ബുദ്ധിമുട്ടിന്റെ കോണ്ടെക്സ്റ്റിൽ നിന്നാണ്. മൈനർ പ്രോഫറ്റ്സ്, മേജർ പ്രോഫറ്റ്സ്, ഇതെല്ലാം ദേവദാസന്മാർ എഴുതിയപ്പോൾ ഇസ്രായേൽ മക്കൾ കൊറോണ വൈറസ് പോലത്തെ ബുദ്ധിമുട്ടല്ല, പക്ഷെ ശത്രു രാജ്യങ്ങളുടെ കീഴിൽ അടിമത്തത്തിന്റെ വേദനയും അടിമത്തത്തിന്റെ ബുദ്ധിമുട്ടിൽ കൂടെ എഴുതപ്പെട്ടതാണ് പഴയ നിയമത്തിൽ നമ്മൾ ഇന്ന് വായിച്ച് അനുഗ്രഹം പ്രാപിക്കുന്ന അനേകം പുസ്തകങ്ങൾ. ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ, ബുദ്ധിമുട്ടിൽ കൂടെ പോകുമ്പോൾ, അത് കോവിഡ് ആയിക്കോട്ടെ, റിസഷൻ ആയിക്കോട്ടെ, ഫ്ലഡ് ആയിക്കോട്ടെ, ഏത് അവസ്ഥയിൽ കൂടെ പോയാലും വായിച്ച് ധ്യാനിച്ച് അനുഗ്രഹം പ്രാപിക്കാൻ ഏറ്റവും ഉതകുന്ന ഒരു പുസ്തകമാണ് വേദപുസ്തകം. എന്തുകൊണ്ടെന്നാൽ വേദപുസ്തകം രചിക്കപ്പെട്ടിട്ടുള്ളത് കോണ്ടെക്സ്റ്റ് തന്നെ ബുദ്ധിമുട്ടിന്റെയും പ്രയാസങ്ങളുടെയും മധ്യത്തിലാണ്. അതുകൊണ്ടാണ് പുതിയ നിയമം മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ സുവിശേഷങ്ങൾ എഴുതിയത് കർത്താവിന്റെ ശുശ്രൂഷയ്ക്കും അവന്റെ മരണ പുനരുദ്ധാനത്തിനും അനേകം വർഷങ്ങൾക്ക് ശേഷമാണ്. അത് എഴുതാനുള്ള ഏറ്റവും വലിയ കാരണം ബുദ്ധിമുട്ടാണ്. എന്താണ്? സഭയുടെ ആരംഭത്തിൽ തന്നെ അനേകം ദുരുപദേശങ്ങൾ സഭയിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നു. ഫസ്റ്റ് വിറ്റ്നസസ്, കർത്താവിനെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ട് കൂടെ നടന്ന അനേകർ മരിച്ച് മൺമറയുന്നു. പെർസിക്യൂഷൻ ചർച്ചിനെതിരായിട്ട് തുടങ്ങി. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് പ്പെട്ടത്, ഇൻക്ലൂഡിങ് ദ ഗോസ്പൽസ്, എപ്പിസ്റ്റൽസ്. പൗലോസിനെ സംബന്ധിച്ച് നമുക്ക് എല്ലാം അറിയാം, അദ്ദേഹത്തിന്റെ പകുതിയിലധികം ലേഖനങ്ങൾ എഴുതിയത് ജയിലിൽ നിന്നുകൊണ്ടാണ്, ഒറ്റയ്ക്ക്, ലോക്ക്ഡൌൺ, ബുദ്ധിമുട്ട്. അപ്പോൾ വേദപുസ്തകമാണ് ഈ ദിവസങ്ങളിൽ നമ്മളോട് ഏറ്റവും അധികം സംസാരിക്കുവാൻ ശക്തമായ ഒരു മുഖാന്തരം വേദപുസ്തകമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിലേക്ക് നമ്മൾ ഞാൻ എൻകറേജ് ചെയ്യുന്നത്, നമുക്ക് ചുറ്റും നോക്കി അനേകം നെഗറ്റീവ് ന്യൂസ് ഉണ്ട്. മരണം അടുത്തു വരുന്നു, വൈറസ് വളരെ അടുത്തു വന്നേക്കുന്നു, ബിസിനസ്സുകൾ പോകുന്നു, ജോലികൾ നഷ്ടമാകുന്നു, സ്നേഹമുള്ളവർ തമ്മിൽ പിരിയേണ്ടി വരുന്നു. നമ്മുടെ ചുറ്റും നോക്കിയാൽ എല്ലാം ബുദ്ധിമുട്ടിന്റെ ന്യൂസാണ്. എനിക്കത് അറിയാം, വളരെ നന്നായിട്ട് അറിയാം. എന്നാൽ അതിന്റെ മധ്യത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, അല്ലെങ്കിൽ നമ്മൾ ചെയ്താൽ നമുക്ക് ഉപകാരമുള്ള ഒരു കാര്യം, ദൈവവചനം എത്രമാത്രം ആഴത്തിൽ പഠിക്കുന്നോ, ആ ദൈവവചനത്തിലേക്ക് എത്രമാത്രം അധിക ഉത്സാഹത്തോടെ നമ്മൾ തിരിച്ചു വരുന്നോ, അത് നമ്മളെ ബലപ്പെടുത്തുവാനും നമ്മളെ പ്രബോധിപ്പിക്കാനും അത് റെഡിയായി തീരും. നമ്മുടെ ചുറ്റുമുള്ള റിയാലിറ്റീസ് മറക്കുവാനല്ല, അതിനെതിരെ കണ്ണടയ്ക്കുവാനല്ല, അതിനെ ഇഗ്നോർ ചെയ്യുവാനല്ല ഞാൻ പറയുന്നത്. നമ്മൾ ചെയ്യുന്ന പോലെ തീർച്ചയായും നമ്മളാൽ ചെയ്യുന്ന സഹായം ഈ ഒരു സമൂഹത്തിന്, ഒരു സിറ്റിസൺസ് എന്ന നിലയിൽ നമ്മൾ ചെയ്യുകയും അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ സർവീസ് രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ദൈവവചനം പഠിക്കുവാൻ ഈ ദിവസങ്ങൾ നമ്മൾ എടുത്താൽ അത് നമ്മുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീരും. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഈ ലോക്ക്ഡൌൺ മുഖാന്തരം ഈ കൊറോണ വൈറസ് മുഖാന്തരം പല ബുദ്ധിമുട്ടുകളും വന്നു. എന്നാൽ ചില നന്മകളും നടന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു NGO-യിൽ വർക്ക് ചെയ്യുന്ന ഒരു സഹോദരൻ എന്നോട് പറയായിരുന്നു, കഴിഞ്ഞ 50-60 വർഷം പോലീസും NGOസും ജസ്റ്റിസ് മിഷൻസ് എല്ലാം തടയാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന പല ബിസിനസ്സുകളും ഈ കൊറോണ കാരണം ഭയങ്കര അഫക്റ്റ് ആയിരിക്കുകയാണ്. ട്രാഫിക്കിംഗ് ഫോർ സെക്സ്,
ഓർഗൻ, ചൈൽഡ് ട്രാഫിക്കിംഗ്, വുമൺ ട്രാഫിക്കിംഗ്, അങ്ങനത്തെ അനേകം ഈവൽ ഇൻഡസ്ട്രീസിന്റെ ഭയങ്കരമായിട്ട് അടിയേറ്റിരിക്കുന്ന സമയമാണ്. അപ്പൊ അദ്ദേഹം പറയുകയായിരുന്നു, പാസ്റ്ററെ, ബുദ്ധിമുട്ടുകളുണ്ട്, എന്നാൽ അതിന്റെ മധ്യത്തിൽ അനേകം വർഷങ്ങളായിട്ട് ഗവൺമെന്റും പോലീസും ഓർഗനൈസേഷൻസ് എല്ലാം കഴിവ് ഉപയോഗിച്ച് ചെയ്തിട്ട് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തത് ഈ വൈറസ് ചെയ്തിരിക്കുകയാണ്. കോടികൾ നഷ്ടമാണ് ഈ ബിസിനസ്സിലുള്ളവർക്ക് വന്നേക്കുന്നത്. യുനോ, അപ്പോൾ നമ്മൾ കാണുന്നതിൽ അപ്പുറം ദൈവം എന്തോ അത്ഭുതങ്ങൾ, ചില അത്ഭുതമായ കാര്യങ്ങൾ നമ്മുടെ ദേശത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ വിട്ടുപോകരുത്. യുനോ, അപ്പോൾ അതിന്റെ മധ്യത്തിലും ഞാൻ പറയാൻ വന്നത് എന്തെന്ന് വെച്ചാൽ, നമ്മളിപ്പോ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മൾ വിശ്വാസികൾ ആവശ്യത്തിലധികം സമയം നമ്മൾ ചെലവിട്ടിരുന്ന റോട്ടിലായിരുന്നു. ധാരാളം യാത്രകൾ, ആവശ്യമില്ലാത്ത യാത്രകൾ, ധൃതി പിടിച്ച യാത്രകൾ, അത് ബിസിനസിന്റെ പേരിലാവും, മറ്റുള്ളവരെ കാണുന്നതിനുള്ള പേരിലാവും, മിനിസ്ട്രിയോടുള്ള പേരിലാകും. നമ്മൾ ധാരാളം സമയം, ആവശ്യമില്ലാത്ത സമയം നമ്മൾ റോട്ടിലായിരുന്നു. എന്നാൽ ഈ ദിവസങ്ങളിൽ ദൈവം നമുക്കൊരു നല്ല അവസരം തരികയാണ്. എന്ത്? ദൈവസന്നിധിയിൽ ഇരിക്കുവാനും ദൈവത്തിന്റെ വചനം വായിക്കുവാനും പഠിക്കുവാനും, അതിന്റെ സങ്കീർത്തനം 1 പറയുന്നത് അതിന്റെ ആഴത്തിലേക്ക് വേരൂന്നി ദൈവകൃപയിൽ ബലപ്പെടുവാനും ദൈവകൃപയിൽ ആശ്രയിപ്പാനും ദൈവം നമുക്ക് അവസരം നൽകി തരികയാണ്. ഞാൻ പറഞ്ഞ പോലെ യോഹന്നാൻ അപ്പോസ്തലനെ ലോക്ക്ഡൌൺ പത്മോസിലേക്ക് അയച്ചു. അതിന്റെ റിസൾട്ട് നമുക്കെല്ലാം ഇന്ന് വായിച്ച് അനുഗ്രഹിക്കുന്ന ബുക്ക് ഓഫ് റെവലേഷൻ നമുക്ക് കിട്ടി. അതുപോലെ ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ സഭകളിൽ അനേകം നാളുകളായി ആത്മീയമായ വളർച്ച പ്രാപിക്കുവാൻ സാധിക്കാതെ മുരടിച്ച് അല്ലെങ്കിൽ നിരാശപ്പെട്ടിരുന്ന അനേകം വിശ്വാസികൾ, ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, ഈ ഒരു ക്രൈസിസ് കാരണം ആത്മീയ ബലം പ്രാപിച്ച്, അഭിഷേകം പ്രാപിച്ച്, ദൈവവചനം പഠിച്ച് ദൈവവചനം എൻജോയ് ചെയ്യുന്ന അനേകം വിശ്വാസികൾ ഈ ദിവസങ്ങളിൽ സഭകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് എഴുന്നേക്കാൻ പോവുകയാണ്. നിങ്ങളത് മനസ്സിലാക്കണം. അനേകം വർഷത്തെ, അനേകം നൂറുകണക്കിനുള്ള പാസ്റ്റേഴ്സിന്റെ പ്രസംഗങ്ങളോ പാസ്റ്റർമാരുടെ ഷൗട്ടിങ്ങോ സ്ക്രീമിങ്ങോ ഒന്നും ചെയ്തെടുക്കുവാൻ, അല്ലെങ്കിൽ ചെയ്തെടുക്കുന്നതിൽ പരാജയപ്പെട്ട് പല മേഖലകളിലും ഈ ദിവസങ്ങളിൽ ദൈവം പ്രവർത്തിക്കും. ദൈവഭയത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടും, എന്തിനാണ്, വൈ ആർ വി ലിവിങ്, വാട്ട് ആർ അവർ പ്രയോറിറ്റീസ്, വേർ ഷുഡ് അവർ ഇൻവെസ്റ്റ്മെന്റ്സ് ബി, അവർ ടൈം ഇൻവെസ്റ്റ്മെന്റ്, ഇതിനെക്കുറിച്ച് എല്ലാം വിചിന്തനം ചെയ്യുവാൻ, ഒരു പുനരാലോചനം ചെയ്യുവാനുള്ള അവസരങ്ങൾ ദൈവം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ തന്നെ കാണുകയാണ്, അനേകം വിശ്വാസികൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് അവര് ഈ ദിവസങ്ങളിൽ വളരുന്നത്. വചനത്തിന്റെ അറിവിൽ അവൾ വളരുന്നു. ഞാൻ അത് കാണുമ്പോൾ വളരെ സന്തോഷിക്കുകയാണ്. കാര്യം ഒരു പാസ്റ്റർ എന്ന നിലയിൽ നമുക്കെല്ലാം അറിയാം, ഏറ്റവും വലിയ ആഗ്രഹം നമ്മുടെ ജനം ദൈവവചനം പഠിക്കുന്നവരും വായിക്കുന്നവരും സ്വന്തമായി ഞാൻ ഉദ്ദേശിക്കുന്ന യൂട്യൂബിലും ഫേസ്ബുക്കിലും നൂറുകണക്കിന് മെസ്സേജസ് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇരുന്ന് കേൾക്കുന്നതല്ല. സ്വന്തമായിട്ട് ദൈവവചനത്തിൽ എക്സ്പ്ലോർ ചെയ്ത് ദൈവവചനവുമായിട്ട് വ്രസൽ ചെയ്ത് അതിന്റെ മർമ്മങ്ങൾ ചികഞ്ഞെടുക്കുന്ന അധ്വാനം, അതിനൊരു അല്പ അധ്വാനം വേണം. സങ്കീർത്തനം 23 വായിച്ചാൽ വളരെ എളുപ്പം മനസ്സിലാവും. പക്ഷെ കൊരിന്ത്യ ലേഖനം 5, 6, 4 ഒക്കെ വായിക്കുമ്പോൾ we have to struggle a little with the text and the context. അപ്പോൾ അങ്ങനെ ഓരോ വിശ്വാസികളും സ്വന്തമായി ദൈവവചനം പഠിച്ച് അവർക്ക് വേണ്ട മർമ്മങ്ങൾ, അതുകൊണ്ടാണ് പൗലോസിന്റെ എല്ലാ ലേഖനങ്ങളും Paul only prays one thing in all the epistles. പൗലോസ് വേറെ ഒന്നിനു വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല. അത് തന്നെ നിങ്ങൾക്ക് ഒരു നല്ലൊരു സ്റ്റഡി ടോപ്പിക് ആണ്. ഈ ദിവസങ്ങളിൽ വേദോസ്തത്തിൽ പോയി റോമാലേഖനം തൊട്ട് പൗലോസിന്റെ അവസാനത്തെ 13 എപ്പിസ്റ്റൽസിന്റെ അവസാനം വരെ പൗലോസ് പ്രാർത്ഥിക്കുന്നുണ്ട്. ജസ്റ്റ് മേക്ക് എ സ്റ്റഡി ഓൺ വാട്ട് ആർ ദ പ്രേയേഴ്സ് ഓഫ് പോൾ. മോസ്റ്റ് ഓഫ് ദ ടൈം പൗലോസിന്റെ പ്രാർത്ഥനയിൽ ഒരു വിഷയമാണ്, Lord, open their eyes. Lord, open their eyes. Lord, enlighten their hearts. Lord, give them spiritual understanding. May they grow in the knowledge of Lord Jesus Christ. May they grow in the grace. May they know to know the depth, the height, the length and the breadth. ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആഴവും വീതിയും നീളവും ഉയരവും അറിയുവാൻ അവരുടെ ആത്മീയ കണ്ണുകളെ നീ പ്രകാശിപ്പിക്കണേ. ഏത് ലേഖനത്തിലും പൗലോസിന് ആദ്യം പ്രാർത്ഥിക്കാനുള്ള വിഷയം ഇതാ. ഇന്നും അപ്പോസ്തലനായ പൗലോസിനെ വിളിച്ചവർ പറയുക, ന്യൂ ലൈഫ് ഫെലോഷിപ്പ് ചർച്ച്, കരിങ്ങാച്ചിറ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിനുള്ള ബന്ധത്തിൽ പൗലോസെ നിനക്ക് എന്താണ് ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാനുള്ളത്? പൗലോസിന്റെ ആദ്യത്തെ പ്രെയർ പോയിന്റ് ഇങ്ങനെ ആയിരിക്കും, കർത്താവേ, ഇവരുടെ ഈ കൊറോണ വൈറസിന്റെ സമയത്ത് ഈ ദൈവമക്കളുടെ ആത്മീയ കണ്ണുകളെ നീ ഒന്ന് പ്രകാശിപ്പിച്ചിട്ട് അവരുടെ വിളിയാലുള്ള ആശ ഇന്നതെന്നും അവന്റെ വല്ലഭത്വത്തിൽ വിശ്വസിക്കുന്നവർക്ക് വ്യാപരിക്കുന്ന അവന്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം ഇന്നതെന്നും അറിയുവാൻ, ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആഴവും നീളവും വീതിയും ഉയരവും അനുഭവിച്ചറിയുവാൻ ഇവരെ ഒന്ന് നീ സഹായിക്കണമേ പരിശുദ്ധാത്മാവേ, അല്ലെങ്കിൽ കർത്താവേ എന്നത് തന്നെയായിരിക്കും പൗലോസിന്റെ പ്രെയർ പോയിന്റ്. സോ അതാണ് നമുക്ക് ഈ ദിവസങ്ങളിൽ ആവശ്യമായിരിക്കുന്നത്. That Lord open our eyes, give us spiritual understanding and
that will come only from a personal effort. അതുകൊണ്ട് ഇന്ന് തൽക്കാലം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ദൈവ കൃപയിൽ വളരുക, അല്ലെങ്കിൽ ദൈവ ആത്മാവിൽ വളരുക, അല്ലെങ്കിൽ ദൈവത്തിന്റെ കൃപയുടെ അറിവിൽ വളരുക എന്നുള്ളതാണ്. ഗ്രോത്ത് ഈസ് സംതിങ് ദാറ്റ് ഗോഡ് വാണ്ട്സ് us to experience this time. ദൈവ കൃപയുടെ ആഴത്തിൽ വളരുക. അതിനുള്ള ബന്ധത്തിൽ ഞാൻ എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. എന്നാൽ ഞാൻ പറയുന്ന വാക്യങ്ങൾ ആരെങ്കിലും എന്നെ മലയാളത്തിൽ വായിച്ച് സഹായിച്ചാൽ അത് വളരെ നന്നായിരിക്കും. കാര്യം എൻ്റെ സ്ലൈഡ്സ് ഞാൻ ഇംഗ്ലീഷിലാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. Sir, can someone help me in reading Malayalam? Yes. Okay, thank you. അപ്പൊ ഞാൻ ഇന്ന് പറയാൻ, ഈ ബുദ്ധിമുട്ടിന്റെ സമയത്ത് നമുക്ക് ഫോക്കസ് ചെയ്യാനുള്ള വളരെ നല്ലൊരു കാര്യം, ടു ഗ്രോ അപ്പ്, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ദൈവകൃപയിൽ നമ്മൾ വളരുവാൻ. ഞാൻ ഗലാത്യ ലേഖനത്തിൽ നിന്നാണ് ഞാൻ ഇന്ന് പ്രസംഗിക്കുന്നത്. ഒരു ആത്മീയ ജീവിതത്തിലെ വളർച്ചയ്ക്ക് എൻഡ് റിസൾട്ട് 2 കാര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഏതൊരു വ്യക്തിയുടെയും ആത്മീയ ജീവിതത്തിലെ വളർച്ചയ്ക്ക് 2 കാര്യങ്ങളാണ് റിസൾട്ട് ആയിട്ട് പറയാൻ പറ്റുന്നത്. ഒന്ന് ഫ്രീഡം ഫ്രം ആൻഡ് ഫ്രീഡം ഫോർ. ചിലതിൽ നിന്ന് സ്വാതന്ത്ര്യം. എന്തിൽ നിന്നാണ് സ്വാതന്ത്ര്യം? ചില സ്വഭാവങ്ങളിൽ നിന്ന്, ചില അഡിക്ഷൻസിൽ നിന്ന്, ചില പാറ്റേൺസിൽ നിന്ന്, ചില പഴയ ഹാബിറ്റ്സിൽ നിന്ന്, ചില പഴയ ചിന്താഗതികൾ, തിങ്കിങ് പാറ്റേൺസിൽ നിന്ന് ഫ്രീഡം ഫോർ. ഫ്രീഡം ഫ്രം മാത്രമല്ല നമ്മൾ നോക്കേണ്ടത്. നമുക്ക് ചിലതിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കുന്നു, എന്നാൽ നമ്മൾ വളരുമ്പോൾ ചിലതിന് വേണ്ടിയിട്ട് നമ്മൾ സ്വതന്ത്രനാണ്. വൈ ആർ വി ഫ്രീ? വി ആർ ഫ്രീ ഫോർ ഗ്രോത്ത്. വി ആർ ഫ്രീ ഫോർ ഫ്രൂട്ട്ഫുൾനെസ്. ഫലം ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ദൈവ ആത്മാവിൽ വളരുവാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ദൈവത്തിന്റെ മർമ്മങ്ങൾ മനസ്സിലാക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ പരിജ്ഞാനത്തിനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ക്രിസ്തുവിന്റെ സ്വഭാവത്തിൽ വളരുക എന്നുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ബന്ധനത്തിൽ നിന്നും, ദാറ്റ് ഈസ് ഫ്രീഡം ഫ്രം. കർത്താവിന്റെ സകല ഉദ്ദേശങ്ങളുടെ പൂർണ്ണ അളവിൽ വളരുവാൻ ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ 2 കാര്യം മനസ്സിലാക്കണം, ഫ്രീഡം ഫ്രം ആൻഡ് ഫ്രീഡം ഫോർ. സോ നമ്മൾ ചിലതിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുന്നു. എന്നാൽ എന്തിനാണ് നമ്മളെ സ്വാതന്ത്ര്യം ഉപയോഗിക്കേണ്ടത്? പൗലോസ് പറയുന്നുണ്ട്, ഡോണ്ട് യൂസ് യുവർ ഫ്രീഡം ടു ഇൻഡൽജ് ഇൻ ഫ്ലഷ്. ജഡത്തിന് വേണ്ടിയിട്ടല്ല ദൈവം നമ്മളെ സ്വതന്ത്രമാക്കിയിരിക്കുന്നത്. ബട്ട് വി ആർ ഫ്രീ ഫോർ pursuing God's purpose. And what is God's purpose? The greatest purpose of God is Christ likeness. God has only, നമ്മളെ കുറിച്ച് ദൈവത്തിന് ഒരൊറ്റ ആഗ്രഹമുള്ളൂ. നമ്മൾ 100 കൂട്ടം ആവശ്യങ്ങളുമായിട്ട്, പ്രോജക്ട്സുമായിട്ട് കർത്താവിന്റെ മുമ്പിൽ വരും. കർത്താവ്, എനിക്ക് ഇത് ചെയ്യണം, നിനക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യണം, എനിക്ക് മിനിസ്ട്രി ചെയ്യണം, എനിക്ക് അനേക സഭകൾ സ്ഥാപിക്കണം, എനിക്ക് ദൈവവേലയ്ക്ക് വേണ്ടി ധാരാളം നൽകണം, പക്ഷെ ഇതെല്ലാം ദൈവം കവറപ്പ് ചെയ്യുന്ന ഒരൊറ്റ ഇതിലാണ്. Are you and me become more and more like his son Jesus Christ? Every plan of ours finds its end in this God's purpose, freedom to become like Christ. രണ്ടാമത്തെ സ്വാതന്ത്ര്യത്തിന്റെ ലക്ഷണം അല്ലെങ്കിൽ ഫലം എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ ഫലമുള്ളവരാവുകയാണ്. ഗലാത്യ ലേഖനത്തിന്റെ കോണ്ടെക്സ്റ്റിലേക്ക് ഞാൻ പോകുന്നില്ല. നിങ്ങൾക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തിയോളജിയൻ പ്ലസ് സ്കോളർ ആണ് നിങ്ങളുടെ പാസ്റ്റർ ആയിട്ടിരിക്കുന്നത്. അതുകൊണ്ട്, എന്നാൽ ഇത് വളരെ രസകരമാണ്. ഓരോ ലേഖനവും, പൗലോസിന്റെ ലേഖനങ്ങൾ വായിക്കുമ്പോൾ ഞാനിത് പറയുന്ന കാര്യം, നിങ്ങളിൽ ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു ബൈബിൾ സ്റ്റഡി ഇതുവരെ നിങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടില്ല എങ്കിൽ ഇത് നിങ്ങളെ എൻകറേജ് ചെയ്യുന്നതിനോട് എനിക്ക് നല്ല ഉറപ്പാണ്. ജോർജ് കുട്ടി സാറിനെ പോലെ ഒരു സാറ് നിങ്ങളുടെ പാസ്റ്റർ ആയിട്ടിരിക്കുമ്പോൾ ഐ എം ഷുവർ ദാറ്റ് യു ഹാവ് ഗോട്ട് ദ ബെസ്റ്റ് ഓഫ് ദ സ്റ്റഡീസ്. അതുകൊണ്ട്, പക്ഷെ നിങ്ങൾക്ക് ഇത് എൻകറേജ് ആവുമെങ്കിൽ, ഹെൽപ്പ് ആവുമെങ്കിൽ, നമ്മൾ വായിക്കുന്ന പൗലോസിന്റെ ഓരോ ലേഖനങ്ങളും അപ്പോസ്തല പ്രവൃത്തികളിൽ എഴുതിയിരിക്കുന്ന സംഭവങ്ങളുമായി തുലനം ചെയ്ത് അല്ലെങ്കിൽ ഇത് ചെയ്ത് പഠിച്ചാൽ അത് നമ്മളെ പഠനത്തിന് കുറച്ചും കൂടി എക്സൈറ്റിംഗ് ആവും. സോ ഐ എം സ്റ്റാർട്ടിങ് ഫ്രം ദ അസംഷൻ ദാറ്റ് നിങ്ങൾ എല്ലാവരും പുതിയ നിയമ ലേഖനങ്ങൾ വായിച്ച് പഠിക്കുന്നവരാണ്, നിങ്ങൾ അത് എൻജോയ് ചെയ്യുന്നവരാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇപ്പം റോമാലേഖനം വായിക്കുമ്പോൾ, അല്ലെങ്കിൽ 1 കൊരിന്ത്യർ 2 കൊരിന്ത്യർ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഗലാത്യർ, എഫേഷ്യർ, ഫിലിപ്പിയൻസ് വായിക്കുമ്പോൾ, ഈ ലേഖനങ്ങൾ നമുക്കെല്ലാം അറിയാം. പൗലോസിന്റെ ആദ്യത്തെ ചില ലേഖനങ്ങൾ സഭകൾക്കും അവസാനത്തെ ലേഖനങ്ങൾ വ്യക്തികൾക്കുമാണ് എഴുതിയിരിക്കുന്നത്.
അപ്പോൾ ഈ സ്ഥലങ്ങളെല്ലാം അപ്പോസ്തല പ്രവൃത്തിയിൽ പറയപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങളാണ്. ഫിലിപ്പിയ എന്നുള്ള സ്ഥലം അപ്പോസ്തല പ്രവൃത്തി പറഞ്ഞിട്ടുണ്ട്. 16-ാം അധ്യായത്തിൽ നമ്മൾ വളരെ മനോഹരമായിട്ട് കാണുന്നുണ്ട് ലിഡിയയുടെ കൺവേർഷൻ, ജയിലറിന്റെ കൺവേർഷൻ, പൗലോസിന്റെ മാക്കഡോണിയൻ കോൾ. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഒരു സഭയോടുള്ള ബന്ധത്തിലാണ് പൗലോസ് ഈ ലേഖനം എഴുതുന്നത്. അതുപോലെ ഗലാത്യ ലേഖനത്തെ കുറിച്ച് നിങ്ങൾ പഠിച്ചാൽ നമുക്കറിയാം ഈ ലേഖനത്തിൽ പൗലോസ് പറയുന്ന കോണ്ടെക്സ്റ്റ്, ചിലർ സഭയിൽ കടന്നു വന്ന് ദുരുപദേശം കൊണ്ടുവന്നു. എന്താണ് ദുരുപദേശം? പരിച്ഛേദന. അതായത് ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെട്ട് ഒരു ദൈവത്തിന്റെ മകനാവണമെങ്കിൽ അവൻ കർത്താവിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അവൻ കൃപയാൽ വിശ്വാസം മൂലം മാത്രം രക്ഷിക്കപ്പെട്ടാൽ അത് പൂർണ്ണ രക്ഷയാവുകയില്ല. എന്നാൽ അതോടൊപ്പം പരിച്ഛേദന യഹൂദന്മാരെ പോലെ ഏറ്റാൽ മാത്രമേ ഒരു ജാതിയന് പോലും യഥാർത്ഥമായിട്ട് ഒരു ദൈവത്തിന്റെ മകനോ മകളോ ആവാൻ പറ്റുകയുള്ളൂ എന്നുള്ള ഒരു ദുരുപദേശം ഗലാത്യ സഭയിൽ ചിലർ കൊണ്ടുവന്നു. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തിയിൽ 9, 11, 15 ഈ 3 അധ്യായങ്ങളിലാണ് പൗലോസിന്റെ ഗലേഷ്യൻസ് വിസിറ്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതില് 3-ാമത്തെ വിസിറ്റിലായിരിക്കണം ശേഷമായിരിക്കണം പൗലോസ് ഈ ലെറ്റർ എഴുതിയിരിക്കുന്നത് എന്ന് നമുക്ക് ഊഹിക്കാം. ഇതാണ് എവിടെയാണ് ഗലാത്യ ലേഖനം? നമ്മുടെ ഇന്നത്തെ മാപ്പ് വെച്ച് നോക്കുമ്പോൾ ഈ കൊടുത്തിരിക്കുന്ന സ്ഥലങ്ങളാണ് ഗലാത്യ, ആന്റിയോക്ക്, ഐക്കണിയം, ലിസ്ട്ര, ഡെർബി, ടേഴ്സസ്. ഇതെല്ലാം ഈ ഏരിയ വരും. അപ്പോൾ ഈ സ്ഥലത്തുള്ള സഭകളോടുള്ള ബന്ധത്തിലാണ് പൗലോസ് ഇത് എഴുതുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത്? അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ ലേഖനം നിങ്ങൾ 1, 2, 3 അധ്യായങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം, പൗലോസ് വളരെ ശക്തമായിട്ട് സഭയിൽ കടന്നു വന്ന ദുരുപദേശത്തിനെതിരായിട്ട് പൗലോസ് സംസാരിക്കുകയും എഴുതുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ചിന്തിക്കും, ഇന്ന് നമുക്ക് അങ്ങനെയൊന്നും ഇല്ലോ. ഞാൻ അതാ പറഞ്ഞത്, വേദോത്സവത്തിന്റെ 80% പുതിയ നിയമം നമുക്കിന്ന് ലഭിക്കാനുള്ള കാരണം തന്നെ, ഏറ്റവും വലിയ കാരണങ്ങൾ, അനേകം കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണം ആദിമ നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ ആദ്യത്തെ നൂറ്റാണ്ടിന്റെ അവസാനം 2-ാമത്തെ നൂറ്റാണ്ടിലുള്ള ആരംഭത്തിൽ തന്നെ ക്രിസ്തീയ വിശ്വാസത്തിനെതിരായിട്ട് ധാരാളം ദുരുപദേശങ്ങൾ സഭയ്ക്ക് നേരെ ആഞ്ഞടിച്ചായിരുന്നു. നോസ്റ്റിസം അതിലേറ്റവും പ്രമുഖമായത്. അപ്പൊ ഇതിനെല്ലാം ചെറുക്കുവാനും എതിർക്കുവാനും വേണ്ടി കൂടെയാണ് പൗലോസ് തന്റെ ലേഖനങ്ങൾ എഴുതിയത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം എന്താണ്? ദൈവസഭയെ, ദൈവ മക്കളെ തകർക്കുവാൻ പിശാച് പലവിധമായ തന്ത്രങ്ങൾ കൊണ്ട് വരും. എന്നാൽ അതിനെ പോലും ദൈവനാമ മഹത്വത്തിനായി മാറ്റി തീർക്കുവാൻ ദൈവം ശക്തമാണ്, ദൈവം ബലമുള്ളവനാണ്. റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ. അപ്പോൾ പൗലോസിന്റെ ലേഖനങ്ങൾ പൗലോസ് ശക്തമായിട്ട് അവിടെ എതിർക്കുകയാണ്. പരിച്ഛേദനയുടെ ആവശ്യമില്ല. നിങ്ങൾ പരിച്ഛേദനയും ന്യായപ്രമാണം മൂലവും നിങ്ങൾ നിങ്ങൾ പ്രസംഗിച്ചാൽ ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തെ നമ്മൾ ഇഗ്നോർ ചെയ്യുകയാണ്, അല്ല അതിന്റെ വാല്യൂ കുറച്ച് കാണുകയാണ്. അതുകൊണ്ട് ആ ഒരു റോങ് ടീച്ചിങ് വരുവാൻ പൗലോസ് സമ്മതിച്ചില്ല. അതിന് പൗലോസിന് ആരെയാണ് എതിർക്കേണ്ടി വന്നത്? ഗലാത്യ ലേഖനം 2-ാം അധ്യായം, ഞാൻ അതെല്ലാം വായിക്കുന്നില്ല, വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പൗലോസ് എതിർക്കേണ്ടി വന്ന ഒരു സാധാരണക്കാരനെ അല്ല, അന്നത്തെ സഭയിൽ ഒരു സാധാരണ വിശ്വാസി അല്ല പൗലോസ് എതിർത്തത്. എന്നാൽ കർത്താവിന്റെ ഒപ്പം നടന്ന്, കർത്താവിന്റെ മനസ്സ് സൂക്ഷിപ്പുകാരനായി വെള്ളത്തിൽ നടന്ന്, കർത്താവിനെ കുറിച്ചുള്ള ദർശനം ആദ്യം പറഞ്ഞ്, നീയാണ് ദൈവത്തിന്റെ പുത്രൻ മശിയ എന്ന് പറഞ്ഞ് കർത്താവിന്റെ അരുമ ശിഷ്യൻ ആയ പത്രോസിനെയാണ് പൗലോസിനെ എതിർക്കേണ്ടി വന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, പോൾ വാസ് നോട്ട് എ ഡയറക്റ്റ് ഡിസൈപ്പിൾ ഓഫ് ജീസസ്. അന്നത്തെ കാലത്ത് കർത്താവിന്റെ ഒപ്പം നടന്നവർക്ക് ഡെഫിനറ്റ്ലി ഒരു മുൻഗണന ഉണ്ടായിരുന്നു. പോൾ, അത് നമുക്കറിയാം. പത്രോസ്, മത്തായി, ഇവരെല്ലാം കർത്താവിന്റെ ഒപ്പം നടന്നവരാണ്. എന്നാൽ പൗലോസ് വാസ് നോട്ട് എ ഡയറക്റ്റ് ഡിസൈപ്പിൾ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. പോൾ വാസ് എ ലേറ്റർ ഡിസൈപ്പിൾ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അപ്പോൾ അങ്ങനെയുള്ള സൂപ്പർ അപ്പോസ്റ്റൽ ആയിരിക്കുന്ന പത്രോസിനെ പരസ്യമായിട്ട്, അതുപോലെ ബർണബാസിനെ പോൾ കറക്റ്റ് ചെയ്യുന്നുണ്ട്. ബർണബാസ് ആരാണ്? പൗലോസ് രക്ഷിക്കപ്പെട്ടു വന്നപ്പോൾ പൗലോസിനെ ആദിമസഭയിൽ ആരും പെട്ടെന്ന് അംഗീകരിച്ചില്ല, കാരണം സംശയമായിരുന്നു. എന്നാൽ ഈ പൗലോസിനെ തന്റെ ചിറകിൻ കീഴിലെടുത്ത് മെന്റർ ചെയ്ത് മറ്റുള്ളവരുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പൗലോസിന് സഭയിൽ ഒരു പേരും സ്ഥാനവും നൽകിക്കൊടുത്ത വ്യക്തിയാണ് ബർണബാസ്. സ്നേഹത്തിന്റെ സൺ ഓഫ് എൻകറേജ്മെന്റ് എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ പേരിന്റെ അർത്ഥം. അപ്പോൾ
കർത്താവിന്റെ ഒപ്പം നടന്ന സൂപ്പർ അപ്പോസ്റ്റലായ പത്രോസ്, അത്ഭുതങ്ങൾ കണ്ട പത്രോസ്, വെള്ളത്തിന്മേൽ നടന്ന പത്രോസ്, പെന്തക്കോസ് നാളിൽ പരിശുദ്ധാത്മാവിഷയം വന്നപ്പോൾ ഒറ്റ പ്രസംഗത്തിൽ 3000 പേരെ സഭയിൽ ചേരുന്നത് കണ്ട പത്രോസ്, ഈ പത്രോസ് പോലും തെറ്റിപ്പോയി. പൗലോസിനെ മിനിസ്ട്രിയിലേക്ക് എൻകറേജ് ചെയ്ത ബർണബാസിന് എവിടെയോ തെറ്റിപ്പോയി. അതെന്താണ് കാണിക്കുന്നത്? നമ്മൾ എത്ര ആത്മീയ ജീവിതത്തിൽ ബലമുള്ളവരാണെങ്കിലും ദൈവവചനത്തിലും അവന്റെ കൃപയിലും ഒരു അടിത്തറ ഇല്ല എങ്കിൽ നമുക്ക് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തികൾ 15-ാം അധ്യായം നിങ്ങൾ നോക്കിയാൽ ദാറ്റ്സ് എ ജെറുസലേം കൗൺസിൽ. എന്റെ അറിവ് ശരിയാണെങ്കിൽ സഭയുടെ ചരിത്രത്തിലെ ആദ്യത്തെ കൗൺസിലാണിത്. എന്നെ കേൾക്കുന്നത് വിശ്വാസികൾ മാത്രമല്ല, എന്റെ അധ്യാപകനായ ജോർജ് കുട്ടി സാറും കൂടെ ഉള്ളതുകൊണ്ട്, സാർ ഐ ഗീവ് യു ഓൾ ദ ഫ്രീഡം. എന്തെങ്കിലും എററോ തെറ്റോ ഉണ്ടെങ്കിൽ സാറിന് ഇപ്പൊ തന്നെ എനിക്ക് ചാറ്റിൽ അയക്കാം, അല്ലെങ്കിൽ പിന്നീട് പ്ലീസ് കറക്റ്റ് മീ. യു ആർ നോട്ട് ജസ്റ്റ് എ പാസ്റ്റർ, യു ആർ ഓൾസോ എ ടീച്ചർ ഫോർ മെനി ഓഫ് us. അപ്പം പൗലോസ് കറക്റ്റ് ചെയ്യുകയാണ്. ഞാൻ എപ്പോഴും ഇംഗ്ലീഷ് ചർച്ചിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ തമാശ പറയാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്, പക്ഷെ മലയാളത്തിൽ എനിക്ക് ഇപ്പൊ ഇന്ന് തന്നെ പ്രേയറിനിരുന്നപ്പം ഞാൻ നോക്കിയപ്പോ പലരും ഗ്രൂപ്പിൽ വരുന്നുണ്ട്, പോകുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഒരാളെ വിട്ടപ്പോ എനിക്ക് ഭയങ്കര പേടിയായി. അത് ആരെന്നറിയോ? ട്രസ്റ്റ് ഇൻ ദ ലോർഡ് ലെഫ്റ്റ് ദ മീറ്റിംഗ് എന്ന് പറഞ്ഞു. അപ്പൊ ദൈവത്തിലുള്ള വിശ്വാസം, ട്രസ്റ്റ് പോയപ്പോ എനിക്ക് അല്പം പേടിയായി. ദൈവമേ, ട്രസ്റ്റ് ഇൻ ദ ലോർഡ് ഹസ് ലെഫ്റ്റ് ദ മീറ്റിംഗ്. ട്രസ്റ്റ് ഇൻ ദ ലോർഡ് അത് ആരാന്ന് എനിക്ക് അറിയില്ല, അദ്ദേഹം തിരിച്ചു വന്നോന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ പെട്ടെന്ന് മേളില് ഒരു മെസ്സേജ് കണ്ടു, ട്രസ്റ്റ് ഇൻ ദ ലോർഡ് ഹസ് ലെഫ്റ്റ് ദ മീറ്റിംഗ്, ജസ്റ്റ് ഫോർ എ ഹ്യൂമർ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഗലാത്യ ലേഖനം 2-ാം അധ്യായം ഇല്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ 15-ാം അധ്യായത്തിൽ നടന്ന ആ കൗൺസിൽ നടന്നില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ പൗലോസ് അന്ന് ശക്തമായി പത്രോസിനെയും ജുഡായിസേഴ്സ് ഗ്രൂപ്പിനെയും എതിർത്തില്ലായിരുന്നുവെങ്കിൽ ഇന്ന് എന്ത് സംഭവിക്കുമായിരുന്നു എന്നറിയാം? ഞങ്ങൾ പാസ്റ്റേഴ്സിനെല്ലാം പല അനൗൺസ്മെന്റ് ഉണ്ട്. നമ്മൾ എന്താ അനൗൺസ് ചെയ്യുന്ന? അടുത്ത ആഴ്ച ശിശു ഡെഡിക്കേഷൻ, ചൈൽഡ് ഡെഡിക്കേഷൻ ഉണ്ട്, വെഡിങ് ബാൻഡ്സ് നമ്മൾ അനൗൺസ് ചെയ്യും, സ്നാനമുണ്ട്, ഹൗസ് ഡെഡിക്കേഷൻ ഉണ്ട്, അല്ലെ? നമ്മൾ പലതും ഈ ചർച്ചിൽ അനൗൺസ് ചെയ്യാനുണ്ട്. അടുത്ത മാസം ഇന്ന പരിപാടി നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ന് പൗലോസ് അന്ന് പത്രോസിനെ എതിർത്തില്ലായിരുന്നെങ്കിൽ പാസ്റ്റേഴ്സിനെല്ലാം ഇന്ന് ഒരു അനൗൺസ്മെന്റ് കൂടെ എക്സ്ട്രാ വന്നേനെ. എന്താണെന്നറിയോ? അടുത്ത ആഴ്ചയാണ് നമ്മുടെ പരിച്ഛേദന ആഴ്ച. സ്നാനം, ശിശു ഡെഡിക്കേഷൻ, ഹൗസ് വാമിംഗ്, വിവാഹം, എൻഗേജ്മെന്റ് എന്ന പോലെ ഒരു അനൗൺസ്മെന്റ് കൂടെ ഇന്നത്തെ എല്ലാ സഭയിലും കണ്ടേനെ. എന്താണെന്നറിയോ? നെക്സ്റ്റ് വീക്ക് ഈസ് ദ സർക്കംസിഷൻ വീക്ക്. കാര്യം എന്താ? അന്ന് പൗലോസ് ഇതിനെ എതിർത്തില്ലായിരുന്നുവെങ്കിൽ ശക്തനായ അപ്പോസ്തലനായ പത്രോസും ബർണബാസും അറിയാതെ ഈ ഗ്രൂപ്പിനോട് ചേർന്ന് ഇത് വേണമെന്ന് എവിടെയോ ചിന്തിച്ച സമയത്ത് അന്ന് ഇതിനെ കറക്റ്റ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ it would have got into the canon, it would have got into the scriptures, and today it would have become a very integral part of becoming a Christian or a believer. Apart from born again, apart from praying the prayer of sinners, apart from baptism, there would have been one more additional thing to the church, circumcision. നമുക്കറിയാം ആ ഒരു ഇത് വന്നാൽ എത്ര പേര്. അപ്പോൾ പൗലോസ് ആക്ച്വലി പറഞ്ഞ എന്തെന്ന് വെച്ചാൽ, ഒരു ജാതീയ വിശ്വാസിയെ ഒരു ദൈവത്തിന്റെ പൈതലാവുന്നത് ദൈവം അതിനെ വളരെ ഈസി ആക്കി. അതായത് കർത്താവിന്റെ ക്രൂശുമരണത്താൽ സകല പാപവും ക്ഷമിച്ച് നമ്മുടെ സകല കടവും വീട്ടി, വി ആർ ക്ലോത്ത് ബൈ ഹിസ് റൈച്ചസ്നെസ്. വിശ്വാസത്താൽ കൃപയാൽ നമ്മൾ അതും ആരും ജഡത്തിൽ പ്രശംസിക്കാതെ ഇരിക്കേണ്ടതിന് രക്ഷപ്പെടണമെന്ന് ദൈവം രക്ഷയുടെ ഒരു ഫിലോസഫി അത്ര സിമ്പിൾ ആക്കിയപ്പോൾ അന്നത്തെ ചില യഹൂദ കൺവേർട്സ് വിശ്വാസികൾ അതിനെ കോംപ്ലിക്കേറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് because he spoke truth in love, because he was mature enough and bold enough to speak the truth in love, it did not become a part of the Christian faith. But today it's very easy for anyone. അതുകൊണ്ടാണ് നമ്മുടെ സഭകളിൽ അനേകം ആത്മാക്കൾ ഇന്ന് കടന്നു വരുന്ന കാര്യം എന്താ? രക്ഷിക്കപ്പെടുവാൻ, ദൈവത്തിന്റെ മകനോ മകളോ ആയിത്തീരുവാൻ അത് ദൈവം വെച്ചിരിക്കുന്ന ഉപാധി വളരെ സിമ്പിൾ ആണ്. Believe in Christ, confess, believe in your heart, confess with your mouth, and trust in the Lord, and by grace you are saved. So it's very, very important.
നമുക്ക് റൈറ്റ് ഡോക്ട്രിൻ, റൈറ്റ് അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ നമ്മുടെ വളർച്ചയെ അത് ബാധിക്കുവാൻ ഇടയായിത്തീരും. ഞാൻ സർ, ഈസ് ഇറ്റ് ഓക്കെ? ജോർജ് സർ, ഈസ് ഇറ്റ് ഓക്കെ? നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്നെ? ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് ചാറ്റില് നിങ്ങൾക്ക് റെസ്പോൺസ് ഇടാവുന്നതാണ്. അപ്പം സോ ദാറ്റ് വിൽ കീപ് മീ ഷുവർ. ഓക്കെ, ഫസ്റ്റ് ഗലാത്യ ലേഖനം 3-ാം അധ്യായം 23 നമ്മൾ ആത്മീയമായി വളരണമെങ്കിൽ നമ്മൾ താങ്ക് യു ലിജു, നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ശിശുപാലകൻ കീഴിലല്ല, നമ്മുടെ പിതാവിന്റെ കീഴിലാണ്. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 23-24 ആർക്കെങ്കിലും ഒരാൾക്ക് ഒന്ന് വായിക്കാമോ മലയാളത്തില്? വിശ്വാസം വരും മുൻപേ നമ്മൾ വെളിപ്പെടുവാനിരിക്കുന്ന വിശ്വാസത്തിനായിക്കൊണ്ട് ന്യായപ്രമാണത്തിനു കീഴിൽ അടച്ചു സൂക്ഷിച്ചിരുന്നു. അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. വിശ്വാസം വന്ന ശേഷമോ നാം ഇനി ശിശുപാലകന്റെ കീഴിലല്ല. വിശ്വാസം വന്നതിന് ശേഷമോ നാം ഇനിയും ശിശുപാലകന്റെ കീഴിലല്ല. എന്താണ് പൗലോസ് ഇത് ഉദ്ദേശിക്കുന്നത്? പൗലോസ് ഇവിടെ പറയുന്നു, ന്യായപ്രമാണത്തിന് കീഴിൽ ഇരിക്കുന്നിടത്തോളം കാലം നമ്മൾ ശിശുപാലകരാണ്. ഇത് ആരോടാണ് പൗലോസ് പറയുന്നത്? ഇത് ജാതിയരോടല്ല, യഹൂദന്മാരോട് മാത്രമല്ല ഇത് പൗലോസ് പറയുന്നത്. ജാതിയരുടെ ഇടയിൽ നിന്നും യഹൂദ വിശ്വാസികൾ, ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ പല സ്കോളേഴ്സും പറയുന്നത് ഗലാത്യ ചർച്ച് വുഡ് ഹാവ് ബീൻ പ്രിഡോമിനന്റ്ലി എ ജൂയിഷ് കൺവേർട്സ് ചർച്ച്. പക്ഷേ when there was some problems, everyone got scattered. By the time they came back, they were predominantly more Gentile converts. അതുകൊണ്ടാണ് ഈ ഒരു സ്ട്രഗിൾ വന്നത്. അതായത് യഹൂദയിൽ വിശ്വാസത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നവരും ജാതീയ വിശ്വാസത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നവരും കൂടെ സഭയിൽ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കോണ്ടെക്സ്റ്റ് ഉരുത്തിരിഞ്ഞു വന്നത്. അതായത് ചിലർ എന്ത് പറഞ്ഞു, പരിച്ഛേദനയും കൂടെ വേണം എന്നുള്ള നിയമം കൊണ്ടുവരും. അപ്പൊ പൗലോസ് പറയുന്നത്, അവരോട് പറഞ്ഞത്, പ്രിയ ദൈവമക്കളെ, ഗലാത്യയിലുള്ള ദൈവമക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ന്യായപ്രമാണത്തിന് കീഴിൽ അല്ലെങ്കിൽ ശരി തെറ്റിനെ ആസ്പദമാക്കി ഒരാൾ ആത്മജീവിതം നയിച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ പെർഫോമൻസിന് മാർക്ക് ഇട്ടുകൊണ്ടാണ് നമ്മൾ ക്രിസ്ത്യ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അങ്ങനെ ജീവിക്കുന്ന വ്യക്തി അവനൊരു ശിശുപാലകന് കീഴിലാണ്. ഈസ് അണ്ടർ എ ഗാർഡിയൻ, ഈസ് അണ്ടർ എ ബേബി സിറ്റർ. ഹൂ ഈസ് എ ബേബി സിറ്റർ? ബേബി സിറ്ററിന്റെ കീഴിലുള്ള ഒരു കുഞ്ഞിന്റെ അവസ്ഥ അത്ര നല്ല അവസ്ഥയല്ല. നമ്മൾ യൂട്യൂബിലെല്ലാം പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഗൾഫിലൊക്കെ അപ്പനും അമ്മയും ജോലിക്ക് പോകുമ്പം അവരെന്ത് ചെയ്യും, ബേബി സിറ്ററിനെ ഏൽപ്പിച്ചിട്ട് പോകും. നമ്മളെല്ലാം കേട്ടിട്ടുള്ള കഥയായിരിക്കും. ഗൾഫിലെ ഒരു മാതാവും പിതാവിനും പറ്റിയ നടന്ന ഒരു സംഭവമാണ്. അവര് കുഞ്ഞിനെ അപ്പനും അമ്മയും ജോലിക്ക് ചെയ്യും, അവരെ ബേബി സിറ്റിങ്ങിന് വെച്ചു. പക്ഷെ കുറച്ചുനാൾ നോക്കിയപ്പോ കൊച്ചിനെ വെയിറ്റ് വെക്കുന്നില്ല, കൊച്ചു ക്ഷീണിക്കുന്നു, കൊച്ചു എപ്പോഴും ആകെ തളർന്നിരിക്കുന്നു. ഒരു ദിവസം അത് അന്വേഷിക്കാൻ വേണ്ടി കൊച്ചിന്റെ പിതാവ് ബേബി സിറ്ററിന്റെ അടുത്ത് പോയപ്പോ ഇപ്പം എല്ലാവരും ഉച്ചയ്ക്ക് കിടന്ന് നന്നായിട്ട് ഉറങ്ങുകയാണ്, പിള്ളേരെല്ലാം, കുഞ്ഞുങ്ങളെല്ലാം. അപ്പൊ അദ്ദേഹത്തിന് വളരെ അത്ഭുതമായി. കാര്യം അദ്ദേഹത്തിന് അറിയാവുന്ന തന്റെ കുഞ്ഞ് ഹൈ എനർജി കൊച്ചാണ്, ഒരിക്കലും ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങുകയില്ല. പിന്നെയാണ് മനസ്സിലായത് ഇവരെന്താ ചെയ്യുന്നത്, ഈ കുഞ്ഞുങ്ങളുടെ ശല്യം അധികം ഉണ്ടാവാതിരിക്കാൻ പിള്ളേരെ ആഹാരം കഴിച്ചു കഴിഞ്ഞ് ഈ കുഞ്ഞുങ്ങൾക്കെല്ലാം ഒരു ടോണിക് കൊടുക്കും. അപ്പൊ എന്താ, അതൊരു സ്ലീപ്പിംഗ് ഇതുപോലത്തെ ഒരു ടോണിക്കാണ്. അപ്പൊ ഇവരെല്ലാം സുഖമായിട്ട് കിടന്ന് ഉറങ്ങും. അപ്പൊ ആർക്കും ശല്യമില്ല. വൈകിട്ട് വീട്ടിൽ പോകേണ്ട സമയമാകുമ്പോഴത്തേക്കും വിളിച്ച് എഴുന്നേൽപ്പിച്ച് അവരെ അപ്പനും അമ്മയുടെ ഒപ്പം കൊടുത്തു വിടും. നമ്മൾ കണ്ടിട്ടുണ്ട് വീഡിയോസ്, വേലക്കാരികൾ കുഞ്ഞുങ്ങളെ അടിക്കുന്നു, എറിയുന്നു, അല്ലെ? അപ്പൊ ബേബി സിറ്ററിന്റെ കീഴിലുള്ള ജീവിതം ഒരു രസകരമായ ജീവിതമല്ല. ഇറ്റ്സ് ബേസ്ഡ് ഓൺ പെർഫോമൻസ്. ബേബി സിറ്റർ ക്യാൻ ത്രെട്ടൻ us. അപ്പം വരുമ്പം നീ അത് എടുത്തു, നീ അലുവ എടുത്തു, നീ ചോക്ലേറ്റ് എടുത്തു, അപ്പൻ അത് മുഴുവൻ വാങ്ങിച്ചു വെച്ചേക്കുന്ന കൊച്ചിന് വേണ്ടിയിട്ടാ. അത് വേലക്കാരി പറയില്ല. വേലക്കാരി പറയും നീ എടുത്തു, നീ കള്ളനാ. അപ്പം what Paul is trying to tell is that believers in Galatians, you cannot grow or you will not grow unless you get a powerful revelation. What is that revelation? നിങ്ങൾ ശിശുപാലകന് കീഴിലല്ല. നിങ്ങൾ ലോ അനുസരിച്ച്, ന്യായപ്രമാണം അനുസരിച്ച്, ഇത്ര ഞാൻ നല്ലത് ചെയ്തു, ഇത്ര തെറ്റ് ചെയ്തു, അല്ലെ ഞാൻ മിടുക്കനാണ്, ഞാൻ കഴിവില്ലാത്തവനാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാര്യം ഇന്ന് അനേകം ആത്മീയ വിശ്വാസികളുടെ ജീവിതത്തിൽ ആത്മീയ വളർച്ചയ്ക്ക് തടസ്സമായിട്ടുള്ള രണ്ട് പവർഫുൾ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്സ് ഈ ഇതിനോടുള്ള ബന്ധത്തിൽ ഞാൻ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരാം കുറച്ചു നേരം കൂടെ കഴിയുമ്പോൾ. ഇതേ അധ്യായം
3-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശു നിങ്ങളുടെ മുമ്പാകെ ക്രൂശിക്കപ്പെട്ടിരിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ യു വെന്റ് ടു അനദർ ഗോസ്പൽ. സിസ്റ്റർ 4-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അവകാശി സർവ്വത്തിനും യജമാനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. യെസ്, വായിച്ചോ സാറേ, അടുത്ത വാക്യം. പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്കും ഗൃഹവിചാരകന്മാർക്കും കീഴ്പ്പെട്ടവനത്രേ എന്ന് ഞാൻ പറയുന്നു. അതുപോലെ നാമും ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിന്റെ ആദിപാഠങ്ങളിൽ കീഴ്പ്പെട്ട് അടിമപ്പെട്ടിരുന്നു. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചു. അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ തന്റെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സുപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. മതി സാറേ. ബുക്ക് ഓഫ് ഗലേഷ്യൻസ് ഈസ് കോൾഡ് ആസ് ദ മാഗ്ന കാർട്ട. റോമൻസിനെക്കാളും ഗലേഷ്യ, മെനി ഓഫ് ദ സ്കോളേഴ്സ്, ഐ ഹോപ്പ് ഐ ആം റൈറ്റ്, സാർ ഉണ്ട് ഇവിടെ, സർ യു ക്യാൻ കറക്റ്റ്. Many scholars believe that Romans is one of the first epistles written. Some people say that it's First Thessalonians, but many scholars say that Galatians is the first epistle. It's the Magna Carta. Galatians പറഞ്ഞിരിക്കുന്ന എക്സ്പൗണ്ട് ചെയ്തിരിക്കുന്നതാണ് റോമാലേഖനം. It is the gospel. We have gospel മത്തായി എഴുതിയ സുവിശേഷമുണ്ട്, മർക്കോസ് എഴുതിയ സുവിശേഷമുണ്ട്, ലൂക്കോസ് എഴുതിയ സുവിശേഷമുണ്ട്, യോഹന്നാൻ എഴുതിയ സുവിശേഷമുണ്ട്. എന്നാൽ പൗലോസിന്റെ സുവിശേഷമാണ് ഗലേഷ്യൻസും റോമൻസും. The gospel according to Paul. In that way, Old Testament, everything is a gospel. ഞാൻ പഴയ നിയമത്തിൽ നിന്ന് പഠിപ്പിക്കുമ്പോൾ ഞാൻ കൊടുക്കുന്ന ടൈറ്റിൽ എപ്പോഴും എനിക്ക് വളരെ ഇഷ്ടമുള്ള ടൈറ്റിലാണ് ഗോസ്പൽ അക്കോർഡിംഗ് ടു ഐസയ, the gospel according to Jonah, the gospel according to Micah, the gospel according to Joel, Ezra, Nehemiah, Malachi. കാര്യം ക്രിസ്തുവിനെയാണ് ഇവരെല്ലാം വരച്ചു കാണിക്കുന്നത്. It is the gospel, right? Genesis is the gospel of Moses. Gospel is there so this is the gospel of Paul. പൗലോസ് പറയുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഇന്ന് അനേകരുടെ വളർച്ചയ്ക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന 2 നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്സ് എന്താണെന്നറിയോ? ഒന്ന്, പ്രശംസ. എന്താണ് പ്രശംസ? ന്യായപ്രമാണം. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, നമ്മൾ കൃപയാലല്ലോ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതും ആരും പ്രശംസിക്കാതിരിക്കാൻ. ഇപ്പൊ എന്താ പ്രശ്നം എന്നറിയാമോ? ന്യായപ്രമാണം, നമ്മുടെ പെർഫോമൻസ്, ഞാൻ നല്ലതാണോ ചെയ്യുന്നത്, മോശമാണോ ചെയ്യുന്നത് എന്നുള്ള ബേസ് ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തി. പൗലോസ് ഇവിടെ പറയുന്നു നിങ്ങൾ ഒരു ശിശുപാലകന്റെ കീഴിലാണ്. ഇപ്പൊ നമ്മൾ വായിച്ച അധ്യായത്തിൽ പൗലോസ് പറയുന്നു നിങ്ങൾ അവകാശിയാണെങ്കിലും നിങ്ങൾ ശിശു ആയിരിക്കുന്നിടത്തോളം കാലം നിങ്ങളും നിങ്ങളുടെ വീട്ടിലെ വേലക്കാരനും തമ്മിൽ യാതൊരു വിശേഷത ഇല്ലാത്തവനാണ്. അതായത് നമ്മുടെ കഴിവും നമ്മുടെ പ്രാപ്തിയും കൊണ്ടാണ് ദൈവം എന്നിൽ പ്രസാദിക്കുന്നത്, അല്ലെങ്കിൽ എന്റെ നന്മ പ്രവൃത്തി, എന്റെ കഴിവ് കൊണ്ട് മാത്രമേ ദൈവത്തിന്റെ അടുത്ത് നിന്ന് എനിക്കൊരു ഗുഡ് മാർക്ക് കിട്ടുകയുള്ളൂ എന്നൊരു വിശ്വാസി ചിന്തിച്ച് അവൻ ജീവിച്ചാൽ പൗലോസ് പറയുന്നത് യു ആർ നോട്ട് ബെറ്റർ ദാൻ എ സെർവന്റ്. കാരണം ഒരു വേലക്കാരനും അങ്ങനെയാണ് ചിന്തിക്കുന്നത്. നമ്മുടെ വീട്ടിലെല്ലാം വേലക്കാരുണ്ടല്ലേ? എത്ര ജോലി ചെയ്താലും തീർച്ചയായും നമ്മൾ നോക്കുമ്പോൾ അവർ ചെയ്ത ജോലിയിൽ എന്തെങ്കിലും കുറവ് കാണും. എത്ര അവർ അധ്വാനിച്ചാലും, എത്ര തൂത്തു അടച്ചാലും നമ്മുടെ വീട്ടിലെ സഹോദരിമാർക്ക് അത് കഴിയുമ്പോൾ അവരെ നോക്കുമ്പോൾ പറയാൻ ഒരു കുറ്റം കാണും. അതിന്റെ അടിയിൽ തൂത്തില്ല, അല്ലെങ്കിൽ അതിന്റെ മൂലയിൽ തൂത്തില്ല, അല്ലെങ്കിൽ അവിടെ പൊടി കിടക്കുന്നു. വി കനോട്ട് ബ്ലെയിം, ഇറ്റ് ഈസ് ഹൗ. പക്ഷെ നമ്മുടെ മക്കളെ ഒരു ജോലി ഏൽപ്പിച്ചാലോ, അവരിനി എത്ര ഉഴപ്പി ചെയ്താലും അവരിൽ എന്തെങ്കിലും നന്മ പറയാൻ നമ്മൾ തയ്യാറാവും. കാര്യം എന്താ? ദാറ്റ് ഇസ് ലവ്. വി ആർ നോട്ട് ബേസ്ഡ് ഓൺ പെർഫോമൻസ്, വി ആർ നോട്ട് we are based on love. The Father loves us. പൗലോസ് പറയുന്ന ഗലാത്യ ലേഖനത്തിൽ ന്യായപ്രമാണത്തിന് കീഴിലുള്ള നമ്മളെ അവൻ വിലയ്ക്ക് വാങ്ങി. എന്തിന്? so that he can give us the spirit of sonship, adoption. We are adopted. നമ്മളെ ദത്തെടുത്തിരിക്കുകയാണ്. എന്റെ ചർച്ചിൽ ഒരു ഫാമിലി ഉണ്ട്, അവര് 2 പിള്ളേരെ ദത്തെടുത്തിട്ടുണ്ട്. അവർക്ക് സ്വന്തമായിട്ട് കുഞ്ഞുണ്ട്. അവരെന്നോട് പറഞ്ഞൊരു കഥ എപ്പോ പറഞ്ഞാലും എന്റെ കണ്ണ് നിറയും. അവർ പറഞ്ഞു, പാസ്റ്റർ, ഞങ്ങൾ ദത്തെടുക്കാൻ പോയപ്പോൾ ആ ഓർഫനേജിൽ ചെന്നപ്പോൾ അവിടുത്തെ ഉണ്ടായിരുന്ന കന്യാസ്ത്രീ ഞങ്ങളെ ധാരാളം കുഞ്ഞുങ്ങളെ കാണിച്ചു. നല്ല മിടുക്കന്മാർ, ഉരുണ്ട കണ്ടുള്ളവർ, നീണ്ട മൂക്കുള്ളവർ, നന്നായിട്ട് ചിരിക്കുന്നവർ, മിടുക്കി പാട്ട് പാടുന്നവർ. എന്നിട്ട് പറഞ്ഞു, ഇതിലേതെങ്കിലും കുഞ്ഞിനെ നിങ്ങൾ തെരഞ്ഞെടുത്തോ എന്ന് പറഞ്ഞു. എന്നാൽ അവിടെ ഇരുന്നപ്പോൾ അവരുടെ ഈ സഹോദരി നോക്കിയപ്പോൾ അപ്പുറത്തെ മുറിയുടെ ഉള്ളില് ഡോർ തുറന്നു കിടക്കുന്നു. അതിന്റെ ഇടയിലൂടെ ആരോ ഒരു കട്ടിലേക്ക് കിടക്കുന്ന കണ്ടു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഈ സഹോദരി ചോദിച്ചു, ആ കുഞ്ഞാണോ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. അവിടെ ചെന്ന് നോക്കിയപ്പോൾ
ഒരു കുഞ്ഞ് അവിടെ കിടപ്പുണ്ട്. അവള് ആ 1.5 വയസ്സങ്ങാണ്ടുള്ള കുഞ്ഞ്, 2 കാലില്ല, അവളുടെ ദേഹത്ത് മുഴുവൻ മാർക്ക്. ചോദിച്ചപ്പം അവളുടെ പിതാവ് കുടിയനായിരുന്നു. അപ്പൊ എന്ത് ചെയ്യും, കുടിച്ചിട്ട് വന്നിട്ട് സിഗരറ്റ് കുറ്റികൊണ്ട് ഈ കൊച്ചിന്റെ ദേഹത്ത് മുഴുവൻ കുത്തുവാർന്നു, അമ്മയോടുള്ള ദേഷ്യത്തിന്. ഈ കുഞ്ഞിനെ എടുത്ത് എറിഞ്ഞിട്ടുണ്ട്. അപ്പൊ അവളുടെ ബുദ്ധിക്ക് പ്രശ്നമുണ്ട്, അവളുടെ 2 കാലും ജന്മന ഇല്ല. അവർ പറഞ്ഞു, ഞങ്ങൾ ഈ കുഞ്ഞിനെ ആരെയും കാണിച്ചു കൊടുക്കാറില്ല, കാര്യം ആര് ഈ കുഞ്ഞിനെ ഏറ്റെടുത്താലും വരുന്ന ദിവസങ്ങളിൽ ഈ കുഞ്ഞിന് വേണ്ടി ലക്ഷങ്ങൾ ചെലവാക്കേണ്ടി വരും. ധാരാളം ഓപ്പറേഷൻസ് ചെയ്താലേ കുഞ്ഞൊരു നോർമൽ കൊച്ചാവുകയുള്ളൂ. എന്നാൽ ഈ സഹോദരനും സഹോദരിയും അവരുടെ കണ്ണ് നിറഞ്ഞ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ മതി. അവർ ചോദിച്ചു, നിങ്ങൾ അത് ചിന്തിച്ചിട്ടാണോ പറയുന്നത്? അവർ പറഞ്ഞു, യെസ്, ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ മതി. കാരണം ദൈവം ഇവർക്ക് ആ കുഞ്ഞിന്റെ ആവശ്യങ്ങൾ ഭാവിയിൽ നടത്തി കൊടുക്കുവാനുള്ള നന്മകൾ ദൈവം ഇവർക്ക് ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ധൈര്യമായിട്ട് പറഞ്ഞു മതി. അവളിപ്പോ മിടുക്കിയായിട്ട് ധാരാളം ഓപ്പറേഷൻസ് അവളുടെ ശരീരത്തിൽ ചെയ്തു കഴിഞ്ഞു. അനേകം വർഷങ്ങൾ അവൾ തെറാപ്പിയിൽ കൂടെ പോയി. കാര്യം അവൾക്ക് പേടിയാണ്. അവളുടെ സ്വന്തം അഡോപ്റ്റ് ചെയ്ത അപ്പന്റെ അടുത്തേക്ക് അവൾ വരത്തില്ലായിരുന്നു വർഷങ്ങളോളം. കാര്യം അവൾക്ക് പേടിയാണ്. ആ കുഞ്ഞിലെ അവളുടെ മാനസികമായി അവളുടെ ശരീരത്തിലേറ്റ മുറിപ്പാടുകൾ മാറി ധാരാളം റീഹാബിലിറ്റേഷന് ശേഷമാണ് അവൾ ഇപ്പോൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നത്. ഞാൻ ഇത് പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ, ദാറ്റ് ഈസ് ദ ബ്യൂട്ടി ഓഫ് അഡോപ്ഷൻ. നമ്മൾ മിടുക്കരും ഏറ്റവും കഴിവുള്ളവരും ഏറ്റവും സൗന്ദര്യമുള്ളവരും പണക്കാരും ആയതുകൊണ്ടല്ല ദൈവം നമ്മളെ അഡോപ്റ്റ് ചെയ്തത്. പൗലോസ് പറയുന്നുണ്ട്. പക്ഷെ അത്രമാത്രം വിലയില്ലാതിരുന്ന് പാപത്തിന് കീഴിൽ നിത്യനാശത്തിന് വേണ്ടി ന്യായപ്രമാണത്തിന് കീഴിൽ ശാപത്തിന് ഇരുന്ന് നമ്മളെ അവൻ വിലക്ക് വാങ്ങി, തന്റെ രക്തത്താൽ വിലക്ക് വാങ്ങി, തന്റെ കൃപയാൽ മാത്രം നമ്മളെ വിലക്ക് വാങ്ങി, നമ്മളെ പുത്രത്വം പ്രാപിക്കേണ്ടതിന് നമ്മളെ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ. പ്ലീസ് റിമെമ്പർ ദ സ്റ്റോറി ഓഫ് പ്രോഡിഗൽ സൺ, മുടിയനായ പുത്രൻ. അത് തെറ്റായിട്ടുള്ള ഹെഡിങ് ആണ്. അത് ബൈബിളിൽ ഉള്ള ഹെഡിങ് അല്ല. ബൈബിളിൽ ആക്ച്വലി ഹെഡിങ്ങും ഇല്ലായിരുന്നു, വേഴ്സസും ചാപ്റ്റേഴ്സും ഒന്നും ഇല്ലായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആക്ച്വലി ആ ഹെഡിങ് തെറ്റാണ്. ഇറ്റ് ഈസ് നോട്ട് ദ സ്റ്റോറി അബൌട്ട് എ പ്രോഡിഗൽ സൺ, ഇറ്റ് ഈസ് ദ സ്റ്റോറി അബൌട്ട് എ പ്രോഡിഗൽ ഫാദർ. അത്രമാത്രം പിതാവിനെ ദുഃഖിച്ചിട്ട് പോയി. അവൻ വന്നപ്പോൾ അവനെ ഓടിച്ചെന്ന് ആലിംഗനം ചെയ്യുന്ന, അവനെ കോട്ട് ധരിപ്പിച്ച് മോതിരയിട്ട് അവന് വേണ്ടി വലിയൊരു സദ്യ. ദാറ്റ് ഈസ് ദ സ്റ്റോറി ഓഫ് എ പ്രോഡിഗൽ ഫാദർ. പുത്രന്റെ കഥയല്ല. നമ്മൾ അതിനെ പലപ്പോഴും തെറ്റായിട്ടും ആ പിതാവിന്റെ സ്നേഹത്തെയാണ് അവിടെ കാണിക്കുന്നത്. ബൈബിൾ ഇസ് നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ സൺ, ബൈബിൾ ഇസ് ടോക്കിംഗ് അബൌട്ട് ഹൗ ഗ്രേഷ്യസ് ഈസ് അവർ ഫാദർ. ഗോസ്പൽ. അപ്പോൾ നമ്മൾ ബേബി സിറ്ററിന്റെ കീഴിലല്ല, നമ്മളെ വിലക്ക് വാങ്ങി, നമ്മളെ പുത്രത്തിന്റെ ആത്മാവ് നമ്മളെ മകനെ മകളെ എന്ന് വിളിക്കുവാൻ കൊതിച്ച് നമ്മളെ വിളിച്ച് മകനെ മകളെ എന്ന് വിളിച്ചു. പിതാവിന്റെ കീഴിലാണ് നമ്മൾ. അത് മനസ്സിലാകാത്തിടത്തോളം കാലം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് വളർച്ച പ്രാപിക്കാൻ സാധിക്കില്ല. ബിക്കോസ് ഓൾവേസ് വിൽ ബേസ് അവർ ലൈഫ് ഓൺ പെർഫോമൻസ്. എന്താണ് 2 നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്സ്? ന്യായപ്രമാണത്തിന് കീഴിൽ നന്നായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിച്ചാൽ, വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം അതുപോലെ അനുസരിച്ച് ജീവിക്കാൻ നമ്മുടെ കഴിവുകൊണ്ട് നമ്മുടെ പ്രാപ്തി കൊണ്ട് നമുക്ക് സാധിച്ചാൽ അതിന്റെ ഫലം എന്താണ്? ആർക്കും തടുക്കുവാൻ സാധിക്കുകയില്ല. The automatic result of living a life of self-righteousness is pride. അത് നമുക്ക് തടുക്കുവാൻ സാധിക്കുകയില്ല. കാര്യം നമ്മൾ അധ്വാനിച്ചാൽ നമുക്ക് അതിന്റെ ശമ്പളം കിട്ടുമ്പോൾ നമുക്ക് അഭിമാനം തോന്നും, അല്ലെ? അതുകൊണ്ട് റോമാലേഖനത്തിൽ പറയുന്നുണ്ട്, the wages of sin is death. പാപത്തിന്റെ ശമ്പളം മരണമാണ്. പക്ഷെ ദൈവരാജ്യത്തിൽ ശമ്പളമില്ല. You look everywhere in the gospels, epistles, there is no wages of righteousness, of faith. It is only gift. Why? We cannot get a salary from God. എന്താണ് സാലറിയുടെ അർത്ഥം? സാലറിയുടെ അർത്ഥം ഞാൻ ഒരു മാസം അധ്വാനിച്ചു, I deserve it, I earned it, and please give me the salary. പക്ഷെ ഗിഫ്റ്റ് is not something that we earned. അതുകൊണ്ട് ഗിഫ്റ്റ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ഗിഫ്റ്റ്സ് ഓഫ് ഗ്രേസ്, കൃപാവരങ്ങൾ എന്നാണ് പറഞ്ഞത്. നമ്മൾ പലപ്പോഴും പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ എന്ന് പറയും. ശരിക്കും അതിന്റെ റൂട്ട് വേർഡ് നോക്കിയാൽ തെറ്റാണ്. ഇത് കൃപാവരങ്ങളാണ്. പൗലോസ് പറയുന്നത് the gifts of grace, charisma, from where the word comes, charismatic gifts, charismatic person, he has lot of charisma. From where it is? charismatic person എന്ന് പറഞ്ഞ ഭയങ്കര മെർസിഡീസ് ബെൻസ് വന്നിറങ്ങി ഒച്ചയും ബഹളവും എടുത്ത് സൂട്ട്. charismatic person is a gracious person. The root word, he has lot of grace in him. If someone is very charismatic, they should be gracious. If they are not gracious, there is some problem in the charisma. That charisma is coming from some wrong source. Jesus was very charismatic. He was very gracious to the sinners and to the disciples. So
ഫസ്റ്റ് പ്രൈഡ്. ഇനി ഈ ന്യായപ്രമാണം അനുസരിച്ച് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ വരുന്ന റിസൾട്ട് എന്താണെന്നറിയോ? 80% വിശ്വാസികൾ ഇന്ന് സ്ട്രഗിൾ ചെയ്യുന്ന ഗിൽറ്റ്. അനേകം നമ്മൾ കാണാറുണ്ട്. എന്താ ബ്രദറെ മിനിസ്ട്രിയിൽ ഇടപെടാറ്, എന്താ പ്രാർത്ഥനയ്ക്ക് വരാത്ത, എന്താ കുറച്ചും കൂടെ ഉത്സാഹത്ത്, പാസ്റ്ററെ എനിക്ക് ആത്മീയ ജീവിതത്തിൽ അത്ര എനിക്കില്ല, ഞാൻ പ്രാർത്ഥിക്കാനൊന്നും പ്രാർത്ഥിക്കുന്നില്ല, എന്റെ ജീവിതത്തിൽ അനേകം കുറവുകളുണ്ട്, അല്ലെങ്കിൽ എനിക്ക് എന്റെ ഇന്ന സ്വഭാവങ്ങളുണ്ട്, അല്ലെങ്കിൽ എനിക്ക് വചനം വായിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഗിൽറ്റ്. അപ്പോൾ അത് കാര്യം എന്താ? ഇപ്പോഴും ശിശുപാലകന്റെ കീഴിലാണ്. ഇഫ് വി ട്രൈ ടു ഡു ഗുഡ് വിത്ത് അവർ സ്ട്രെങ്ത്, pride will come. That also is hindrance for ministry. അതുകൊണ്ടാണ് പൗലോസ് റോമാലേഖനം 12-ാം അധ്യായത്തിൽ പറയുന്നത് 1-11 വരെ ഗോസ്പൽ. വാട്ട് ഈസ് ഗോസ്പൽ? All the world is under sin. The Jews are under sin. The Gentiles are under sin. No one has hope. ആർക്കും പ്രതീക്ഷയില്ല. പിന്നീട് പൗലോസ് കമ്മിങ്, ഇസ്രായേലിന് പോലും പ്രതീക്ഷയില്ല ന്യായപ്രമാണം ഉള്ളവർക്ക്. പിന്നെ പൗലോസ് is building up. Abraham was saved not by works but by faith. And അബ്രഹാമിന്റെ സമയത്ത് ന്യായപ്രമാണം ഇല്ലായിരുന്നു. അബ്രഹാമിന് ശേഷം അനേകം വർഷങ്ങൾക്ക് ശേഷമാണ് മോശയിൽ കൂടെ ന്യായപ്രമാണം വന്നത്. വാട്ട് ഈസ് പോൾ ട്രൈങ് ടു ബിൽഡ് അപ്പ്? അബ്രഹാം പോലും ദൈവത്തിന് മുമ്പാകെ നീതിമാനായി കണക്കാക്കിയത് അവന്റെ കഴിവ് കൊണ്ടോ അവന്റെ നല്ല പ്രവൃത്തി കൊണ്ടോ അല്ല, വിശ്വാസത്താലാണ്. എന്നിട്ട് പൗലോസ് 5-ാം അധ്യായത്തിൽ ഈ എക്സ്പൗണ്ട്സ് ഈസ് ടെല്ലിംഗ് ദാറ്റ് വി ഹാവ് പീസ് വിത്ത് ഗോഡ്, വി ആർ ജസ്റ്റിഫൈഡ് വിത്ത് ഗോഡ് ബിക്കോസ് ഓഫ് Christ Jesus, and we says that therefore there is now no condemnation for those who are in Christ Jesus എന്നെല്ലാം പറഞ്ഞിട്ട് 12-ാം അധ്യായത്തിൽ പൗലോസ് നമുക്കെല്ലാം പരിചിതമായ വാക്യം. അതുകൊണ്ട് therefore, അതുകൊണ്ട് ദൈവമക്കളെ, ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് എന്തെന്നാൽ, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനുള്ള യാഗമായി അർപ്പിച്ച് ദൈവത്തിന് എനിക്ക് മലയാളത്തിൽ അറിയില്ല, ഓഫർ യുവർ ലിവിങ് സാക്രിഫൈസ് ആൻഡ് റിന്യൂ യുവർ മൈൻഡ്. Do not be conformed to the pattern. ലോകത്തിന്റെ പാറ്റേൺസിന് അനുരൂപമാകാതെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് നന്മയും പൂർണ്ണതയും the perfect and the pleasing will of God ഇന്നതെന്ന് മനസ്സിലാക്കുവാൻ റിന്യൂ യുവർ മൈൻഡ്. അത് കഴിഞ്ഞ് പൗലോസ് എന്താ പറയുന്നത്? നിങ്ങൾ ആരും ഭാവിക്കുന്നതിന് മേലെ ഭാവിച്ചുയരാതെ ഓരോരുത്തൻ തനിക്ക് ലഭിച്ച വിശ്വാസത്തിന്റെ അളവിനനുസരിച്ച്. So what is the sign of a renewed mind? One of the most powerful sign of a renewed mind is that നമ്മൾ ഭാവിക്കുന്നതിന് മീതെ ഭാവിച്ചുയരുകയില്ല, നമ്മൾ ഭാവിക്കുന്നതിന് താഴെ പോവുകയില്ല. Neither should we think more, neither should we think low. The problem is today many believers, they live in a life of guilt, not grace. എനിക്ക് പറ്റില്ല, അയ്യോ എനിക്ക് ഇത് പറ്റി, അയ്യോ എന്നെ കൊണ്ട് പറ്റില്ല, അയ്യോ എനിക്ക് കഴിഞ്ഞ ദിവസം സാധിച്ചില്ല, അയ്യോ ഞാനല്ല, എന്നെ വിളിക്കരുത്, എന്നെ വേറെ ആരെങ്കിലും. Why guilt? That is a sin. Why? Because when God has done something, given us something very precious, ദൈവകൃപ പോലെ വിലപ്പെട്ട ഒരു കാര്യം ദൈവം നമ്മുടെ ജീവിതത്തിൽ തരുമ്പോൾ അയ്യോ ഭാവം പറഞ്ഞിരിക്കുന്നതാണ് ഏറ്റവും വലിയ പാപം. ദൈവം പറയുകയാടാ, ഞാൻ നിന്നെ ന്യായപ്രമാണത്തിൽ നിന്ന് വിടുവിച്ചു, നിന്നെ പാപത്തിന് കീഴിൽ നിന്ന് വിടുവിച്ചു, ശാപത്തിന് കീഴിൽ നിന്ന് വിടുവിച്ചു, ഞാൻ നിനക്ക് വേണ്ടി ക്രൂശിൽ ശാപമായി എന്റെ രക്തം, അവസാന തുള്ളി രക്തം വേണ്ടി നിനക്ക് വേണ്ടി ചിന്തി, ഒരു യോഗ്യത ഇല്ലായിരുന്ന സമയത്ത് എന്റെ നീതിവസ്ത്രം ഞാൻ നിന്നെ അണിയിച്ചു, ദൈവത്തിന് മുമ്പാകെ നിൽക്കാൻ യോഗ്യത ഇല്ലാത്ത സമയത്ത് ദൈവമായിട്ട് ശത്രുതയിലായിരുന്നു നിന്നെയും ദൈവത്തിന് തമ്മിൽ ഞാൻ സമാധാനം, മതില് ബന്ധിച്ചിരുന്ന മതിലിടിച്ച് ഞാൻ നിന്നെ ആ നല്ല ഒലിവിനോട് ചേർത്ത് ഗ്രാഫ്റ്റ് ചെയ്ത് ഐ ബ്രോട്ട് പീസ്. എന്തിനാ? അയ്യോഭാവത്തിൽ ജീവിക്കാനാണോ? ഇറ്റ്സ് എ സിൻ. അതുകൊണ്ടാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് പാപം ചെയ്യുന്നതല്ല തെറ്റ്. നമ്മുടെ ജീവിതത്തിൽ കുറവ് വന്നതിന് ശേഷം നമ്മൾ അതിനോടുള്ള ബന്ധത്തിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും സീരിയസ്. വൈ? ഇത്രമാത്രം കൃപ പൗലോസ് പലയിടത്തും പറയുന്നുണ്ട്. നിങ്ങൾ രക്ഷയിലേക്ക് വരുന്നതിന് മുമ്പേ നിങ്ങളോടുള്ള ദൈവത്തിന്റെ കൃപ വലുതായിരുന്നെങ്കിൽ എത്ര അധികം നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കും ഈ കൃപ. That's why ഈ ബുക്ക് ഓഫ് ഹീബ്രൂസ് says we have a high priest who is not able to, നമ്മുടെ ബലഹീനതകളോട് സിമ്പതൈസ് ചെയ്യാൻ പറ്റാത്ത ഒരു മഹാപുരോഹിതനല്ല നമുക്കുള്ളത്. പാപം ഒഴുകല് നമ്മളെ പോലെ സകലത്തിലും തുല്യനായി പരീക്ഷിക്കപ്പെടണം. അതുകൊണ്ട് കൃപ ലഭിക്കാൻ തക്ക സമയത്ത് let us approach the throne of grace. So first thing we have to know is that we are not under a babysitter, we are not under a guardian, we are not under a child care, we are called by our father. Second thing, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വളരണമെങ്കിൽ we need to have a revelation about who our father is. ഞാൻ വളരെ പെട്ടെന്ന് ഓടിച്ചു പോവുകയാണ്. സർ, ഞാൻ ടൈം ആവുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പ് you can just put me a chat message.
You can just put me a chat message. ഗലാത്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 1 തൊട്ട് 5 വരെ ആർക്കെങ്കിലും ഒന്ന് വായിച്ച് സഹായിക്കുക മലയാളം. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമതുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. സാർ അടുത്ത വാക്യം കൂടെ, ഗലാത്യ ലേഖനം 1-ാം അധ്യായം 1 തൊട്ട് 5 വരെ. രണ്ട് ഗാഡ്ജറ്റ്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നം വരും. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽക്കുകയും അടിമതുഖത്തിൽ പിന്നെയും കുടുങ്ങി പോകരുത്. പരിച്ഛേദന ഏറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനവുമില്ല എന്ന് പൗലോസായ ഞാൻ നിങ്ങളോട് പറയുന്നു. പരിച്ഛേദന ഏൽക്കുന്ന ഏത് മനുഷ്യനോടും സർ ഗലേഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 1-5. മനുഷ്യരിലല്ല മനുഷ്യരാരുമല്ല യേശു ക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അത്രേ അപ്പോസ്തലനായ പൗലോസും കൂടെയുള്ള സകല സഹോദരന്മാരും ഗലാത്യ സഭകൾക്കും എഴുതുന്നത്. പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ ദൈവമായ പിതാവുമായവന്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. അവനെ എന്നേക്ക് മഹത്വം. ആമേൻ. താങ്ക് യു സർ. ഞാൻ പറയാൻ ഉദ്ദേശം എന്ന് വെച്ചാൽ പൗലോസിന്റെ എല്ലാ ലേഖനങ്ങളിലും പൗലോസ് വളരെ അധികം ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രേസ് ആണ് ഗ്രേസ് ആൻഡ് പീസ് ടു യു ഫ്രം ഗോഡ് അവർ ഫാദർ ആൻഡ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. പിതാവായ ദൈവത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും എല്ലാ ലേഖനങ്ങളിലും പൗലോസ് പറയുന്നു. അപ്പൊ Paul was an apostle whose heart was set free. ഈ കൃപയുടെ വെളിപ്പാട് കിട്ടി വലിയൊരു ബന്ധനത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച രക്ഷയുടെ സന്തോഷത്തിന്റെ മാക്സിമം എക്സ്പീരിയൻസ് ചെയ്ത ഒരു അപ്പോസ്റ്റലാണ് പൗലോസ്. That's why he's called as apostle of grace, apostle whose heart was set free. അനേകർ പറയുന്നുണ്ട് Paul complicated Christianity, but that's not true. The gospel according to Paul is the most powerful explanation of the gospel. എന്തുകൊണ്ടാണ് പൗലോസ്? കാരണം പിതാവ് എന്നുള്ള വെളിപ്പാട് പൗലോസിന് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. കാര്യം അന്ന് ആ ദമസ്കോസിലോട്ടുള്ള യാത്രയിൽ അവൻ ആ പിതാവിന്റെ സ്നേഹം അനുഭവിക്കുന്നിടം വരെ അവന്റെ വിചാരം അവൻ ഏതോ ഒരു ഭീകരമായ ഒരു സ്ട്രിക്റ്റ് ഒരു മാസ്റ്റർ ഒരു സ്ട്രിക്റ്റ് പ്രിൻസിപ്പളിനെ ആണ് സേവിച്ചുകൊണ്ടിരുന്നതെന്നാണ് പൗലോസ് വിചാരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ന്യായപ്രമാണത്തിന് കീഴിൽ ഏത് പരീക്ഷനേക്കാളും ന്യായപ്രമാണത്തിന് കീഴിൽ he was the best. പ്രിയമുള്ളവരെ, ആ സ്വന്തം കഴിവിൽ ന്യായപ്രമാണം അനുസരിച്ച് ദൈവത്തിന്റെ നീതി ലഭിക്കാൻ വേണ്ടി അധ്വാനിച്ച ഒരു വ്യക്തിയാണ് പൗലോസ്. അതിൽ നിന്ന് ഈ സന്തോഷം അനുഭവിച്ച അനേകർ ചരിത്രത്തിലുണ്ട്. ലൂതർ ഏറ്റവും മികച്ച കത്തോലിക്ക പുരോഹിതനാകണമെന്ന് ആഗ്രഹിച്ചു. എന്നാൽ രക്ഷയുടെ സാൽവേഷൻ ബൈ ഫെയ്ത്ത് അദ്ദേഹം മനസ്സിലാക്കി. കാൾബാത്ത് എന്ന് പറഞ്ഞ ഗ്രേറ്റ് തിയോളജിയൻ, മൂഡി, അങ്ങനെ ധാരാളം വ്യക്തികൾ ഈ ഒരു റെവലേഷൻ കിട്ടിയവരുടെ ജീവിതം മാറുവാൻ ഇടയായിത്തീർന്നു. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 3 തൊട്ട് 14 വരെ വാക്യം നിങ്ങൾക്ക് വായിക്കണ്ട. ഇത് വായിച്ചാൽ പിതാവ് നമുക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു എന്ന് ഓൾറെഡി നമുക്ക് മനസ്സിലാവും. ചെയ്യുമെന്നുള്ളതല്ല, വാട്ട് ഓൾ ഹി ഹാസ് ഓൾറെഡി അക്കംപ്ലിഷ് ഫോർ us. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ he has blessed us in Christ with every spiritual blessing. He has chosen us in before the foundation of the world. In love he has predestined us. He has adopted us. He has blessed us. He has redeemed us by his blood, forgiven all our trespasses, lavished upon us wisdom, grace, revealed his mystery. All this, ഇതെന്താണ് ഞാൻ പറയുന്നത്? പിതാവ് എത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നു, എത്രമാത്രം നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ ഒന്നും പൗലോസ് ഫ്യൂച്ചർ ടെൻസ് അല്ല പറയുന്നത്, നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുന്നല്ല പറയുന്നത്. പൗലോസ് പറയുന്നത് ഓൾറെഡി ദ ഗോഡ് ദ ഫാദർ ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഹാസ് ബ്ലെസ്ഡ് us in Christ Jesus. we have to know what the father has done. ഈ വാക്യങ്ങളെല്ലാം വായിച്ചാൽ ഈസ് എ ലവിങ് ഫാദർ, ഈസ് എ കൈൻഡ്, കമ്പാഷനേറ്റ്, ഈസ് എ ഗിവിംഗ് ഫാദർ, നോട്ട് ഗിവിംഗ് സ്റ്റിഞ്ചിലി, ധാരാളമായി ലാവിഷ്ലി നൽകുന്ന പിതാവാണ്.
ഫെയ്ത്ത്ഫുൾ, വിശ്വസ്തനാണ്, മെർസിഫുൾ ആണ്, ബലമുള്ളവനാണ്, ക്ഷമിക്കുന്നവനാണ്, നല്ലവനാണ്, നീതിമാനാണ്, കരുതുന്നവനാണ്, സോവറിൻ ആണ്, ഇടയനാണ്, എന്നും നമ്മളോടൊപ്പം ഉള്ള പിതാവാണ്, നമ്മുടെ ആശ്രയമാണ്, കൃപയുള്ളവനാണ്, നമ്മുടെ സൗഖ്യദായകനാണ്, ബലമുള്ളവനാണ്, നമ്മളെ രക്ഷിക്കുന്നവനാണ്, നമ്മളെ സഹായിക്കുന്നവനാണ്. നമ്മുടെ പിതാവിനെ എത്രമാത്രം അധികം അറിയുന്നു അത്രമാത്രം ആത്മീയ ജീവിതത്തിൽ വളരുവാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതും ആരും പ്രശംസിക്കാതിരിക്കാൻ. നോ വൺ വിൽ ബോസ്റ്റ്. സെക്കൻഡ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഹു ആർ വി. ഞാൻ പറഞ്ഞു രണ്ട് എക്സ്ട്രീംസ് വ്യൂസ് നമ്മളെ കുറിച്ച്. ഒന്നെങ്കിൽ പ്രൈഡ്, ഭാവിക്കുന്നതിന് മുമ്പ് ഭാവിച്ചു, അതും നമ്മൾ അവോയ്ഡ് ചെയ്യണം. രണ്ട്, ഗിൽറ്റി കോൺഷ്യൻസ്, അയ്യോ ഞാൻ ഒന്നുമല്ല, ഞാൻ എങ്ങും എത്തിയിട്ടില്ല. രണ്ടും പാപമാണ്. കാര്യം വേദോസ്തം പറയുന്നത് ഹു ആർ വി, ഹു ആം ഐ, സാംസ്കറിയോ ജോർജ് ഊട്ടിയോ ലിജു, ഹു ആർ വി? വി ആർ സോ ബ്ലെസ്ഡ്, വി ആർ ഫൊർഗീവൻ, വി ആർ. പുത്രത്തിന്റെ ആത്മാവിനെ അബ്ബാ പിതാവെ എന്ന് വിളിക്കാൻ പുത്രത്തിന്റെ ആത്മാവിനെ അവൻ നൽകി. അവൻ എന്നെയും നിങ്ങളെയും പുത്രനായിട്ട്, ശിശുവായിട്ടല്ല കാണുന്നത്. വി ആർ ഓൾറെഡി സൺസ് ആൻഡ് ഡോട്ടേഴ്സ്. അതുകൊണ്ട് ഇറ്റ്സ് എ സിൻ ആത്മീയ ജീവിതത്തിൽ ഗിൽറ്റില് അല്ലെങ്കിൽ കുറ്റബോധത്തില് അല്ലെങ്കിൽ ബലഹീന ചിന്തയിൽ ജീവിച്ചാൽ അതൊരു പാപമാണ്. അതുകൊണ്ട് എന്താണ് അതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ? ഈ ബുദ്ധിമുട്ടിന്റെ സമയത്ത് ദൈവം എന്താണ് നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത്? നോട്ട് ടു ലീവ് ഇൻ ഗിൽറ്റ്, നോട്ട് ടു ലീവ് വിത്ത് എ ഇൻഫീരിയോറിറ്റി, നോട്ട് ടു ലീവ് ആസ് ഇഫ് ഐ എം ഗുഡ് ഫോർ നത്തിങ്. ദാറ്റ്സ് എ സിൻ. But the moment you come to your heavenly Father who is so gracious, who has already blessed you, how much more, എത്ര അധികം ദൈവം നമ്മളെ അവന്റെ കൃപയാൽ നിറച്ച്, കൃപ, അൺമെറിറ്റഡ്, അൺഡിസേർവ്ഡ് ഫേവർ, നമ്മളെ ബലപ്പെടുത്തുന്ന കൃപ, നമ്മളെ ശുദ്ധീകരിക്കുന്ന കൃപ, നമ്മളെ ശക്തീകരിക്കുന്ന കൃപ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഐ വിൽ നെവർ ഇഗ്നോർ, ഐ വിൽ നെവർ നള്ളിഫൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആരാന്ന് മനസ്സിലാക്കണം. പ്രശംസിപ്പാൻ നമുക്ക് വകയില്ല, അതുപോലെ തന്നെ കുറ്റബോധത്തിൽ ജീവിക്കാനും നമുക്ക് വകയില്ല. എന്നാൽ അവന്റെ കൃപയിൽ ആശ്രയിച്ച് ജീവിക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. വിശ്വാസം, ഇത് ധാരാളം വാക്യങ്ങളുണ്ട്. വിശ്വാസത്താൽ നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ നീതീകരിക്കപ്പെടുന്നത് എങ്ങനെയാണ്? വിശ്വാസത്താൽ, പ്രവൃത്തിയാൽ അല്ല. ഹൗ വി ആർ ജസ്റ്റിഫൈഡ് ബൈ ഫെയ്ത്ത്, ഫെയ്ത്ത്. ഹൗ ഡു വി സ്റ്റാൻഡ് സ്ട്രോങ്? ബൈ ഫെയ്ത്ത്. എങ്ങനെയാണ് നമ്മൾ ദൈവത്തിന്റെ മക്കളാവുന്നത്? ബൈ ഫെയ്ത്ത്. എങ്ങനെയാണ് ക്രിസ്തു നമ്മളിൽ വസിക്കുന്നത്? വിശ്വാസത്താൽ. ക്രിസ്തുവിനോട് നമ്മൾ എങ്ങനെ ഉയർത്തപ്പെടുന്നത്? വിശ്വാസത്താൽ. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എങ്ങനെ പ്രാപിക്കും? വിശ്വാസത്താൽ. സെക്കൻഡ് പൗലോസ് ഗലാത്യലേഖനത്തിൽ പറയും, നോ യുവർ മദർ. ആദ്യം നോ അവർ ഫാദർ, ആരാണ് നമ്മുടെ പിതാവ് എന്ന് മനസ്സിലാക്കണം. രണ്ട്, പൗലോസ് പറയുന്നു നമ്മുടെ അമ്മ ആരാന്നും കൂടെ മനസ്സിലാക്കണം. അതിന്റെ വളരെ ലഘു, Paul is talking about the covenant. We are not under the covenant of law, but we are under the covenant of grace. ഗലാത്യലേഖനം 4-ാം അധ്യായം 21 തൊട്ടുള്ള വാക്യം നിങ്ങൾക്ക് വായിച്ചാൽ പൗലോസ് പറയുന്നുണ്ട്, ഹാഗാറിന്റെ സന്തതി അല്ല, എന്നാൽ സാറയുടെ സന്തതിയാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, we are now Hagar is Mount Sinai in Arabia. She corresponds to the present Jerusalem, for she slavery with her children. Old covenant, ന്യായപ്രമാണം. പുതിയ covenant, we are under grace. Old covenant ആരാണ്? Hagar the slave, but Sarah the free woman. Old covenant ആരാണ് സന്തതി? ഇസ്മായേൽ, ജഡത്താൽ. ഐസക്, വിശ്വാസത്താൽ. earthly Jerusalem. എന്നാൽ പുതിയ ന്യായപ്രമാണത്തിൽ കീഴിൽ we are under heavenly Jerusalem. ഇനി നമ്മൾ അറിയേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ വളരണമെങ്കിൽ we have a friend. നമുക്കൊരു പിതാവുണ്ട്, നമുക്കൊരു പുതിയ കവനന്റ് എന്നുള്ള മാതാവുണ്ട്. വി ഓൾസോ ഹാവ് എ ഫ്രണ്ട്. അതാണ് പൗലോസ് ഗലാത്യലേഖനത്തിൽ പറയുന്നത്, അബ്ബാ പിതാവ് എന്ന് വിളിക്കുവാൻ പുത്രത്തിന്റെ ആത്മാവിനെ, അടിമത്തത്തിന്റെ ആത്മാവിനെ അല്ല. പൗലോസ് തിമോത്തിയോസിന് എഴുതുമ്പോൾ പറയുന്നുണ്ട്, തിമോത്തിയോസ്, stir the gift in you. You have not received a spirit of fear and timidity, but of self control and love and strength. എന്തുകൊണ്ടാണ് ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്? So that we'll cry out boldly, Abba, Father, and receive the grace of God, the strength of God, and the wisdom of Him at the right time. Next, നമ്മൾ മനസ്സിലാക്കേണ്ടത്, there is a conflict. ആരോ പറഞ്ഞിട്ടുണ്ട്, ഒരു ചിത്രശലഭം വരണമെങ്കിൽ it should become a cocoon. അപ്പൊ ആരോ ഒരു കഥ പറഞ്ഞു, ഒരു കുക്കൂണിനെ കണ്ടപ്പോൾ അതിനോട് കഷ്ടം തോന്നി. ആ കുഞ്ഞ് എന്ത് ചെയ്തു? ആ പട്ടുനൂൽ പുഴുവിന്റെ മേളിലുള്ള ആ പട്ടുനൂലിന്റെ കവറിങ് അങ്ങ് മാറ്റി. അവൻ വിചാരിച്ച എന്താണെന്നറിയോ? ഇതിന്റെ ഉള്ളിൽ കിടന്ന് ഈ പുഴു കഷ്ടപ്പെടുക, അപ്പൊ ഞാൻ ഇത് മാറ്റിക്കഴിഞ്ഞാൽ ഇവനൊരു ചിത്രശലഭമായി പറന്ന് ഉയരാം. പക്ഷെ അത് അവൻ ചെയ്ത് തെറ്റായി. കാര്യം എന്താണെന്നറിയോ? ആ പട്ടുനൂൽ പുഴുവിന്റെ ആ കവറിങ്ങിന്റെ ഉള്ളിൽ കുറച്ചു നാൾ കിടന്ന് ആ ഹെൽത്തി കോൺഫ്ലിക്റ്റ് അനുഭവിക്കാത്ത ഒരു പട്ടുനൂൽ പുഴുവിന് ഒരിക്കലും ഒരു ചിത്രശലഭമായിട്ട് രൂപാന്തരപ്പെടുവാൻ സാധിക്കുകയില്ല. ഇറ്റ് നീഡ്സ് എ ഹെൽത്തി സ്ട്രെസ്, എ ഹെൽത്തി കോൺഫ്ലിക്റ്റ്.
അതുകൊണ്ട് പൗലോസ് പറയുന്നത് യെസ് നമ്മൾ പുത്രന്മാരാണ്. ചിലർ ചോദിക്കാറുണ്ട്, ഞാൻ ദൈവത്തിന്റെ മകനായ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു, ഞാൻ സ്നാനപ്പെട്ടു, പക്ഷെ ഇപ്പോഴും ഐ ആം സ്ട്രഗ്ലിംഗ് വിത്ത് ടെംപ്റ്റേഷൻസ്. ദാറ്റ്സ് ട്രൂ. വി ഓൾ വിൽ ഗോ ത്രൂ ദാറ്റ് കോൺഫ്ലിക്റ്റ്. ദർ ഈസ് എ സ്ട്രഗിൾ, ഫ്ലഷ് ആൻഡ് സ്പിരിറ്റ്, ബട്ട് ദാറ്റ്സ് നോട്ട് ടു ഡിസ്ട്രോയ് us. നമ്മളെ നശിപ്പിക്കാനല്ല, എന്നാൽ നമ്മളെ ബലപ്പെടുത്തുവാനാണ്. അവസാനം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കൊരു ഫ്രൂട്ട് ഉണ്ട്. എന്താ? ഗലാത്യ 5 ലേഖനം, ദാറ്റ് ഇസ് ഫ്രീഡം, നമുക്ക് സ്വാതന്ത്ര്യം, ആൻഡ് ദാറ്റ് ഇസ് ഫ്രൂട്ട്ഫുൾനെസ്. ആത്മാവിന്റെ ഫലങ്ങളോ സ്നേഹം, സമാധാനം, ദയ, പരോപകാരം, faithfulness, gentleness, self-control. We also have the freedom to produce the fruit in our life. So this morning, ധാരാളം ബുദ്ധിമുട്ടിന്റെ അവസ്ഥയിലാണ് നമ്മുടെ ദേശം കടന്നു പോകുന്നത്. നമ്മുടെ ചുറ്റുപാടിൽ അനേകം കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോവുകയാണ്. എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. എന്നാൽ ദൈവമക്കൾ എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹൂ ആർ വി? നമ്മൾ ആരാണ്? We are sons and daughters, not by virtue of our good life or our efforts, but just by the sheer grace. ദൈവകൃപയാൽ, അവന്റെ കൃപയാൽ മാത്രം അവൻ നമ്മളെ പുത്രന്മാരും പുത്രിമാരും ആക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് so we have to grow in the grace of God. We have to be strengthened in the grace of God. അതുകൊണ്ട് let us cry Abba Father. Let us dive deeper. ദൈവത്തിന്റെ വചനം പഠിക്കുവാൻ, ദൈവത്തിന്റെ വചനത്തിന്റെ ആഴങ്ങൾ മനസ്സിലാക്കുവാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവകൃപയിൽ ബലപ്പെട്ട് ഒരു ശിശുപാലകന്റെ കീഴിലല്ല, എന്നാൽ ധാരാളമായി കോരി നൽകുന്ന, ലാവിഷായിട്ട് നൽകുന്ന ആ കൃപാലുവായ എഫേസ്യ ലേഖനം 1-ാം അധ്യായം, അതൊറ്റ സെന്റൻസ് ആണ്. എനിക്ക് തോന്നുന്നു 15 വാക്യം. നമ്മൾ ഇംഗ്ലീഷിൽ 13-14 വാക്യം വായിക്കുന്നു, പക്ഷെ ഗ്രീക്കില് അതൊരൊറ്റ വാക്യമാണ്. അത്രമാത്രം പൗലോസ് ഈസ് സ്ട്രഗ്ലിംഗ് ടു ഫൈൻഡ് വേർഡ്സ്. തന്റെ പിതാവ് എത്രമാത്രം ഗ്രേഷ്യസ് ആണെന്ന് നമ്മളെ പഠിപ്പിക്കാൻ പൗലോസ് ഈസ് സ്ട്രഗ്ലിംഗ് ടു ഫൈൻഡ് വേർഡ്സ് ടു എക്സ്പ്ലെയിൻ ഹൗ മച്ച് അവർ ഹെവൻലി ഫാദർ ലവ്സ് us. അത് മുഴുവൻ എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ he has tried to written down. Why? Just to convince us that our Father is very gracious, and we need not live in fear. We need not live in legalism. We don't have to live in guilt, neither pride, knowing well that it's not our ability, but His ability, His strength, His anointing, and His grace that will enable us to live a Christian life. Let it give rest in our life. അത് നമ്മുടെ ജീവിതത്തിൽ ഒരു റെസ്റ്റ് വരട്ടെ. പലപ്പോഴും ആ റെസ്റ്റിന്റെ അനുഭവത്തിൽ നിന്ന് നമ്മൾ പലതും ചെയ്യാതെ വരുമ്പോഴാണ് അത് തെറ്റായിട്ട് മാർത്തയ്ക്ക് സംഭവിച്ചതുപോലെ. ഷി കുഡ് നോട്ട് റെസ്റ്റ് ഇൻ ഗോഡ്സ് പ്രസൻസ്. ബട്ട് ഇന്ന് പകൽക്കാലം എന്റെ പ്രാർത്ഥന, കരിങ്ങാച്ചിറയിലുള്ള ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൽ ഓരോരുത്തരും ആ ദൈവകൃപയുടെ ആഴവും അതിന്റെ ആ വലിപ്പവും എന്തെന്ന് മനസ്സിലാക്കി അതിൽ ആശ്വാസം പ്രാപിച്ച് അതിൽ റെസ്റ്റ് ചെയ്ത് ഈ ഒരു ചുറ്റുപാടെല്ലാം ഈ ആർത്തിരുമ്പുന്ന കടൽ തിര പോലെ ബുദ്ധിമുട്ടിൽ കൂടെ ജനം കടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിന്റെ മധ്യത്തിലും ദൈവകൃപയാൽ നിങ്ങളുടെ ഹൃദയങ്ങളെയും നിങ്ങളുടെ മനസ്സുകളെയും നിറച്ച് ആ സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ട് ഈ മരുഭൂമിയുടെ മധ്യത്തിലും ആത്മീയ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ, ആത്മീയ വളർച്ച അനുഭവിക്കുവാൻ, ആത്മീയ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങൾ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ ഫോർ ഗിവിംഗ് മീ ദിസ് ടൈം. ഞാൻ